എൻഡ് ഓഫ് ദ ഡേ എഡ്യൂക്കേഷൻ ഹാസ് എ നോബിൾ കോസ്. അതായത് എഡ്യൂക്കേഷൻ എല്ലാവർക്കും അഫോർഡബിൾ ആക്കുക. നമ്മൾ ചേഞ്ച് മേക്കറായിട്ട് തന്നെയാണ് ഈ മാർക്കറ്റിലേക്ക് എൻട്രി ചെയ്തത്. അത് കുറേ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ചാണ് നമ്മൾ കൊണ്ടുവരുന്നത്. അപ്പോൾ നമ്മൾ അന്ന് മുതൽ ഫോക്കസ് ചെയ്യുന്ന ഒരു കാര്യമാണ്, വി ആർ നോട്ട് ഇല്ലീഗൽ. വി ആർ ലീഗലായിട്ട് തന്നെ നമ്മൾ തുടങ്ങിയ ക്യാമ്പസാണ്. നമുക്ക് എല്ലാ റൈറ്റ്സും ക്യാമ്പസ് തുടങ്ങാനുണ്ട്. വളരെ സുതാര്യമായി ട്രാൻസ്പെറൻ്റ് ആയിട്ട് നമ്മുടെ എൻട്രൻസ് വഴി മാത്രം ക്വാളിറ്റിയുള്ള സ്റ്റുഡൻസിനെ അഡ്മിറ്റ് ചെയ്യുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ്. മില്യൺസ് ഓഫ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആർ സ്റ്റിൽ എക്സിസ്റ്റിംഗ് ഇൻ ദിസ് വേൾഡ് എന്നാണ്. കാരണം എന്താ, ഈ എംപ്ലോയറിനെ എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഗ്രാജുവേറ്റിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ ഒരു യൂണിവേഴ്സിറ്റിയോ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസിനോ വളരെ കുറവായിരുന്നു. വളരെ കുറച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ് മാത്രമേ അത് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളൂ. Government should act as a facilitator. They should come with the rules, they should come with the policies, they should act as a facilitator, and that will bring a lot of movement in the private education sector. ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ ഡയറക്ടർ ശ്രീ ടോം ജോസഫാണ് ഇന്ന് മനോരമ ഓൺലൈനൊപ്പം ചേരുന്നത്. സ്വാഗതം. താങ്ക് യു വിഷ്ണു. കേന്ദ്ര സർക്കാരിൻ്റെ പുത്തൻ വിദ്യാഭ്യാസ നയം, ഒപ്പം സംസ്ഥാന ധനമന്ത്രി KN ബാലഗോപാൽ ബജറ്റിൽ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഉന്നത വിദ്യാഭ്യാസത്തെ പരിഷ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചില നിർദ്ദേശങ്ങൾ, ഇവ രണ്ടും പരിശോധിക്കുമ്പോൾ പൊതുവായി നമുക്ക് കാണാനാകുന്നത് കൂടുതൽ സ്വകാര്യ വിദേശ സർവകലാശാലകളെ സംസ്ഥാനത്തേക്കും രാജ്യത്തേക്കും ആകർഷിക്കുന്നതിനുള്ള നടപടികൾ ഉണ്ടാകുമെന്നാണ്. എത്രത്തോളം പ്രതീക്ഷ നൽകുന്നതാണ് ഈ തീരുമാനം? വളരെ പുരോഗനാത്മകമായ ഒരു പോളിസിയാണത്. ഈ പോളിസി പറയുന്നത് ഇന്ത്യയിൽ എങ്ങനെ എഡ്യൂക്കേഷനെ കൂടുതൽ ഇന്ത്യയുടെ ഹയർ എഡ്യൂക്കേഷൻ എൻറോൾമെൻറ്റ് റേഷ്യോ, നമ്മളതിൻ്റെ GER എന്ന് പറയും, ഗ്രോസ് എൻറോൾമെൻറ്റ് റേഷ്യോ. ഇന്ത്യയിൽ 100 വിദ്യാർത്ഥികൾ +2 അല്ലെങ്കിൽ 10+2 അല്ലെങ്കിൽ PUC കഴിഞ്ഞ് പഠിച്ച് പാസ്സാകുമ്പോൾ ഏകദേശം 27% പേര് അല്ലെങ്കിൽ 27 പേര് മാത്രമേ ഹയർ എഡ്യൂക്കേഷന് ഒരു യൂണിവേഴ്സിറ്റി ലെവൽ ഡിഗ്രിക്ക് വേണ്ടി ജോയിൻ ചെയ്യുന്നുള്ളൂ. അതിനെ എങ്ങനെ ഇന്ത്യ കൂടുതലാക്കാം അല്ലെങ്കിൽ അതെങ്ങനെ വർദ്ധിപ്പിക്കാം എന്നതിനെ ബേസ് ചെയ്താണ് ന്യൂ എഡ്യൂക്കേഷൻ പോളിസി ഇതിനെ ഡ്രാഫ്റ്റ് ചെയ്തത്. എങ്ങനെ വിദ്യാർത്ഥികൾക്ക് വേണ്ട കോഴ്സുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് എങ്ങനെ ഓട്ടോണമി കൊടുക്കാം, അവർക്ക് എന്തുമാത്രം സ്വാതന്ത്ര്യം, അല്ലെങ്കിൽ പുതിയ യൂണിവേഴ്സിറ്റികളെ എങ്ങനെ പ്രൊമോട്ട് ചെയ്യാം, പുതിയ റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ എൻട്രി മൾട്ടിപ്പിൾ എക്സിറ്റ്. ഒരു ഡിഗ്രി തുടങ്ങി 4 വർഷത്തിന് മുമ്പ് എക്സിറ്റ് മേടിക്കുക, അതിൽ നിന്നൊരു ഡിപ്ലോമ അല്ലെങ്കിൽ ഹയർ ഡിപ്ലോമ, അങ്ങനെയുള്ള എക്സിറ്റ് അവാർഡുകളുമായിട്ട് എങ്ങനെ മുമ്പോട്ട് പോകാം. അങ്ങനെ വളരെ പുരോഗമനാത്മകമായ ഒരു പോളിസിയാണ് ഗവൺമെൻറ് 3 വർഷം അല്ലെങ്കിൽ 2 വർഷം മുമ്പ് അവതരിപ്പിച്ചത്. ഈ പോളിസിയെ ചുക്കാൻ പിടിച്ച് പല സ്റ്റേറ്റുകളും ന്യൂ എഡ്യൂക്കേഷൻ പോളിസി അതുപോലെ പ്രാവർത്തികമാക്കി. പല സ്റ്റേറ്റുകൾ അവരുടേതായ ഓൾട്രേഷൻസ് അല്ലെങ്കിൽ മോഡിഫിക്കേഷൻസ് വരുത്തി ഈ ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയുടെ വേറൊരു വേർഷൻ അഡോപ്റ്റ് ചെയ്തു. അങ്ങനെ കേരളത്തിൽ വരുമ്പോൾ കേരളത്തിൽ ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയോട് ബന്ധപ്പെട്ട് ഇപ്പോൾ 4 വർഷം ഡിഗ്രി ആക്കുന്നു. ഇത് ഇന്ത്യയിൽ 3 വർഷമായിരുന്നു സാധാരണ ഒരു ഡിഗ്രി കോഴ്സ്. BTechഉം ഫാർമസിയോ അല്ലെങ്കിൽ വളരെ പ്രൊഫഷണൽ കോഴ്സുകൾ ഒഴികെയുള്ള എല്ലാ കോഴ്സുകളും 3 വർഷം ഡിഗ്രി ആയിരുന്നു. അപ്പോൾ 4 വർഷം ഡിഗ്രിയാക്കി. അതുപോലെ തന്നെ പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സുകൾ നോർമലി 2 years ആയിരുന്നു. ഇപ്പോൾ 4 വർഷം ഡിഗ്രി കഴിഞ്ഞവർക്ക് 1 വർഷം കൊണ്ട് പോസ്റ്റ് ഗ്രാജുവേഷൻ. അങ്ങനെ പല മാറ്റങ്ങളും കേരളം ഉൾക്കൊണ്ട് കേരളത്തിൻ്റെതായ ഒരു കുറേ കേരളത്തിൻ്റെ വേർഷൻ എന്ന് പറയാം. അങ്ങനൊരു വേർഷനാണ് ഫിനാൻസ് മിനിസ്റ്റർ അവതരിപ്പിച്ച ബഡ്ജറ്റിലുള്ളത്. ഈ ബഡ്ജറ്റിൽ കേരളം ഫോക്കസ് ചെയ്യുന്ന കുറേ കാര്യങ്ങൾ, നാഷണലിൽ ഫോക്കസ് ചെയ്ത കാര്യങ്ങളെല്ലാം തന്നെ കൂടുതൽ ഫ്ലെക്സിബിലിറ്റിയും അല്ലെങ്കിൽ കൂടുതൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ പ്രൊമോട്ട് ചെയ്യാനും കൂടുതൽ ഡിഗ്രി അവാർഡിങ് ഓർഗനൈസേഷൻസ് ക്രിയേറ്റ് ചെയ്യാനും എല്ലാ കോളേജുകളെയും തന്നെ ഡിഗ്രി അവാർഡിംഗ് ആക്കി മാറ്റി യൂണിവേഴ്സിറ്റികളാക്കി മാറ്റാനുള്ള പോളിസിയായിരുന്നു നാഷണൽ വന്നത്. കേരളവും ഏകദേശം അതേ ലൈനിൽ തന്നെയാണ്. കേരളം മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് സ്വകാര്യ സർവകലാശാലകൾ എന്ന് പറഞ്ഞാൽ അത് സ്റ്റേറ്റിൻ്റെ കംപ്ലീറ്റ് കൺട്രോളിലും. എഡ്യൂക്കേഷൻ ഒരു കൺകറൻറ്റ് സബ്ജക്റ്റാണ്. കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരിനും അതിൻ്റേതായ റൈറ്റ്സ് റെസ്പോൺസിബിലിറ്റീസ് എല്ലാം ഉണ്ട്. അപ്പോൾ സ്വകാര്യ സർവകലാശാലകൾ റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ എൻറ്റയർലി വിത്ത് ദി സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഒരു ലെജിസ്ലേഷൻ അല്ലെങ്കിൽ ഒരു ബില്ലനുസരിച്ചാണ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ നിലവിൽ വരുന്നത്. ഇന്ത്യയിൽ പല സ്റ്റേറ്റുകളും പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ബില്ല് നേരത്തെ പാസ്സാക്കിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ കർണാടകയോ അല്ലെങ്കിൽ ഈ പറയുന്ന മഹാരാഷ്ട്രയോ അല്ലെങ്കിൽ ഡൽഹിക്ക് പുറത്ത് ഹരിയാനയോ അല്ലെങ്കിൽ പഞ്ചാബൊക്കെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ബില്ല് വർഷങ്ങൾക്ക് മുമ്പേ പാസ്സാക്കിയതാണ്. അതിനുശേഷം ഇപ്പോൾ ഈ ഇടയ്ക്ക് തമിഴ്നാട്, തെലുങ്കാന, ആന്ധ്ര തുടങ്ങിയ സ്റ്റേറ്റുകളും പാസ്സാക്കി. കേരളം കുറച്ച് വൈകിപ്പോയാലും ഒരു സ്റ്റേറ്റ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ബില്ല്, വളരെ പുരോഗനാത്മകമായ ഒരു സ്റ്റേറ്റ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ബില്ലാണ് കേരളം പ്രപ്പോസ് ചെയ്യുന്നത്. കൂടുതൽ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളെ, അതായത് സ്വകാര്യ സംരംഭങ്ങൾ, അത്
ബേസിക്കലി ഒരു കേരളത്തിലൊരു ഇൻഡസ്ട്രി ഹൗസസ് ആകാം, അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് ഒത്തിരി ഇൻഡസ്ട്രി ഹൗസസ് ഉണ്ട് ഇപ്പം നമ്മുടെ കേരളത്തിൽ തന്നെയുള്ള, അല്ലെങ്കിൽ കേരളത്തിന് പുറത്തുള്ളൊരു ഇൻഡസ്ട്രി ഹൗസസ് ആകാം, അവർ സ്പോൺസർ ചെയ്യുന്ന ഒരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ആകാം, അല്ലെങ്കിൽ കേരളത്തിന് പുറത്ത് വർക്ക് ചെയ്യുന്ന പല പ്രമുഖ ഗ്രൂപ്പുകളുടെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ആകാം, അല്ലെങ്കിൽ കേരളത്തിൽ തന്നെയുള്ള എഡ്യൂക്കേഷൻ സംരംഭങ്ങളുടെ ഒരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ആകാം. യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ കുറേ ഓട്ടോണമി ആ സ്ഥാപനത്തിന് കിട്ടും, അവരുടേതായ ഒരു സിലബസ്. നമ്മൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു ചലഞ്ച് എന്ന് പറയുന്ന സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളിൽ നമ്മളെപ്പോഴും കേൾക്കും കാലഹരണപ്പെട്ടു പോയ സിലബസ് എന്ന്. അത് വാസ്തവത്തിൽ ഒരു പരിധിവരെ ശരിയാണ്. കാരണം നമുക്ക് ഈ സിസ്റ്റവും സംവിധാനവും എല്ലാം ഉണ്ടെങ്കിലും അവരുടെ ഒരു പ്രൊവാക്റ്റീവായിട്ട് മൂവ് ചെയ്യാനുള്ള ഒരു റിസോഴ്സസ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളിൽ പലപ്പോഴും മിസ്സിംഗ് ആണ്. വളരെ പെട്ടെന്ന് എന്താണ് ഇൻഡസ്ട്രി നടക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് ടെക്നോളജിയിൽ നടക്കുന്ന മാറ്റങ്ങൾ, അത് അഡോപ്റ്റ് ചെയ്ത് അതിനനുസരിച്ച് ഒരു ഡിഗ്രി ഡിസൈൻ ചെയ്യാനോ അല്ലെങ്കിൽ എംപ്ലോയേഴ്സുമായിട്ട് സംസാരിച്ച് അവർക്ക് എന്താണ് ആവശ്യമെന്ന് കണ്ട് ഒരു ഡിഗ്രി റീഡിസൈൻ ചെയ്യാനോ അപ്ഡേറ്റ് ചെയ്യാനുള്ള ഒരു സിസ്റ്റം സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളിലില്ല. അത് ആ സിസ്റ്റത്തിൻ്റെ അല്ലെങ്കിൽ ആ ജനറേഷൻ്റെ ഭാഗമാണ്. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. പക്ഷേ അവരുടെ ജനറേഷൻ എന്ന് പറയുന്നത് അതിന് ഒട്ടും റെഡിയല്ല. കാരണം അവർ ആ ട്രഡീഷണലി എന്താണോ ശീലിച്ചു വന്ന് ആ ഒരു ട്രെൻഡിൽ നിന്ന് മാറാൻ വേണ്ടി അവരൊട്ടും റെഡിയല്ല. അതുകൊണ്ട് ഈ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ച് അത് ഉറപ്പായിട്ടും ഒരു ആസ് ലൈക്ക് നോർമൽ എനി അതർ ബിസിനസ്. പുതിയത് എന്തെങ്കിലും ഒന്നിനെ സ്വീകരിക്കാൻ പൊതുവെ വൈമുഖ്യം കാണിക്കുന്നവരാണ് മലയാളികൾ. അപ്പോൾ പുതുതായിട്ടൊരു സർവകലാശാല, ഒരു വിദേശ സർവകലാശാല അല്ലെങ്കിൽ ഒരു സ്വകാര്യ സർവകലാശാല വരുമ്പോഴും ആ വൈമുഖ്യം അതുമായി ബന്ധപ്പെട്ട് ഉയർത്തുന്ന ചർച്ചകളൊക്കെ പ്രകടമാണ്. അപ്പോൾ പ്രധാനമായിട്ടും ചോദിക്കാനുള്ളത്, 1990-കളിൽ സ്ഥാപിതമായ ജെയിൻ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ കേരളത്തിൽ ഒരു ക്യാമ്പസ് തുടങ്ങാൻ പതിറ്റാണ്ടുകളെടുത്തു. എന്താണ് അത്തരം ഒരു വലിയൊരു കാലതാമസം കേരളത്തിലൊരു ക്യാമ്പസ് തുറക്കാൻ എടുക്കേണ്ടി വന്നത്? പുതിയതായിട്ട് തുടങ്ങുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ വരുന്ന കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു വിമുഖത മലയാളികൾക്കുണ്ട്. ആ ജനറേഷൻ ഇപ്പോൾ ഫേസ് ഔട്ട് ആയിക്കൊണ്ടിരിക്കും. ആ ഒരു ജനറേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എൻ്റെ പേരൻസ് അല്ലെങ്കിൽ ഒരു എനിക്ക് തോന്നുന്നു അങ്ങനെയുള്ള ജനറേഷൻ ഇപ്പോൾ ഒരു ലേറ്റ് 40s അല്ലെങ്കിൽ ബിഗിനിങ് ഓഫ് 50s ആയിരിക്കും. ആ ജനറേഷൻ ഫേസ് ഔട്ടായി. ഇപ്പോൾ ടെക്നോളജി ഡെവലപ്ഡായി, വേൾഡിൽ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നു അല്ലെങ്കിൽ എന്തൊക്കെ മാറ്റങ്ങൾ നമ്മൾ ഉൾക്കൊള്ളണമെന്ന് എല്ലാ മലയാളിയും പഠിച്ചു കഴിഞ്ഞു. ജെയിനെ സംബന്ധിച്ചിടത്തോളം 1990 ജെയിൻ ഗ്രൂപ്പ് സ്ഥാപിതമായി. 2008 ജെയിൻ യൂണിവേഴ്സിറ്റി, ഡീം ടു ബി യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞ് ഒരു ജെയിൻ ഗ്രൂപ്പിലെ ഭഗവാൻ മഹാവീർ ജെയിൻ കോളേജ് ജെയിൻ യൂണിവേഴ്സിറ്റി ആയിട്ട് മാറുന്നു. അത് ഡീം ടു ബി യൂണിവേഴ്സിറ്റി. ഇന്ത്യയിൽ പല യൂണിവേഴ്സിറ്റി കാറ്റഗറീസ് ഉണ്ട്. ഡീം ടു ബി യൂണിവേഴ്സിറ്റി ഉണ്ട്, സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ഉണ്ട്, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഉണ്ട്. അതിൽ ഡീം ടു ബി യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അനുവാദത്തോടെ UGC ഗവേൺ ചെയ്യുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ 2008 ആ ഒരു സ്റ്റാറ്റസ് ജെയിൻ യൂണിവേഴ്സിറ്റിക്ക് കിട്ടിയത്. പിന്നെ ഈ ബാംഗ്ലൂരിന് പുറത്ത് ഒരു ക്യാമ്പസ് തുടങ്ങണമെങ്കിൽ, അതായത് ബാംഗ്ലൂരാണ് ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ ഹെഡ് ക്വാർട്ടേഴ്സ്, അതിന് UGC പ്രിസ്ക്രൈബ് ചെയ്യുന്ന കുറേ നിബന്ധനകളും നിയമങ്ങളും ഉണ്ട്. ആ നിയമങ്ങളും അനുസരിച്ച് 2018 ഗ്രേറ്റർ ഓട്ടോണമി റെഗുലേഷൻ എന്ന് പറയുന്ന റെഗുലേഷൻ ഇന്ത്യയിൽ വരികയും അതനുസരിച്ച് യൂണിവേഴ്സിറ്റികളെ 2 കാറ്റഗറി ആയിട്ട്, അത് 115ഓളം ഡീംഡ് യൂണിവേഴ്സിറ്റികളുണ്ട്. അതിൽ ഏകദേശം 62ഓളം ഡീംഡ് യൂണിവേഴ്സിറ്റികളും സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളും ഉൾപ്പെടുന്ന 62 പേരെ ഗ്രേഡഡ് ഓട്ടോണമി ഗ്രാൻഡ് ചെയ്തു. ഈ ഗ്രേഡഡ് ഓട്ടോണമി അനുസരിച്ച് അവരുടെ ജൂറിഡിസ്ട്രിക്ഷന് പുറത്ത്, ഇപ്പോൾ ജെയിൻ യൂണിവേഴ്സിറ്റി ബാംഗ്ലൂർ ബേസ് ചെയ്താണെങ്കിൽ ബാംഗ്ലൂരിന് പുറത്തൊരു ക്യാമ്പസ് തുടങ്ങാനുള്ള ഒരു അനുവാദം അന്ന് ജെയിൻ യൂണിവേഴ്സിറ്റിക്ക് 2018 ലഭിക്കുന്നത്. അതിന് മുമ്പ് ജെയിൻ യൂണിവേഴ്സിറ്റിക്ക് അങ്ങനെ ഒരു ക്യാമ്പസ് തുടങ്ങാനുള്ള അനുവാദം ലഭിച്ചിട്ടില്ല. അനുവാദം ലഭിച്ച ഉടനെ തന്നെ 2018 തന്നെ കേരളത്തിലൊരു സ്റ്റെപ്പ് എടുക്കാൻ, കേരളത്തിലൊരു ക്യാമ്പസ് തുടങ്ങാൻ വേണ്ടി, കാരണം ജെയിന് ഒത്തിരി സ്റ്റുഡൻസ് കേരളത്തിൽ നിന്ന് വരുന്നുണ്ട്. കാരണം ബാംഗ്ലൂരുമായിട്ടുള്ള പ്രോക്സിമിറ്റിയും അതുപോലെ തന്നെ ഉറപ്പായിട്ടും മലയാളികൾ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു സിറ്റിയാണ് ബാംഗ്ലൂരിലെ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അപ്പോൾ ബാംഗ്ലൂർ കേരളത്തിൽ തുടങ്ങാൻ ഒരു സ്റ്റെപ്പ് ജെയിൻ എടുക്കുകയും 2018 തന്നെ ഡിസംബറോടെ ക്യാമ്പസ് ഓപ്പൺ ചെയ്യുകയും 2019 നമ്മൾ ഫസ്റ്റ് ബാച്ച് ഓഫ് സ്റ്റുഡൻസിനെ തന്നെ എടുത്തു. 2019 ജെയിൻ യൂണിവേഴ്സിറ്റി കേരളത്തിൽ ക്യാമ്പസ് തുറക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ ഇപ്പോൾ UGC അംഗീകാരം ലഭിക്കുമെന്നൊരു പ്രതീക്ഷയോടുകൂടിയായിരുന്നു സ്ഥാപനം ക്യാമ്പസ് ആരംഭിക്കുന്നത്. പക്ഷേ പിന്നീട് വലിയ വിവാദങ്ങൾ ഉണ്ടാകുന്നു. ഒപ്പം UGC അംഗീകാരം വൈകുന്നു, വിദ്യാർത്ഥികൾ അടക്കം വലിയ പ്രതിസന്ധിയിലായി എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകാനുള്ള കാരണം എന്താണ്? 2018 ഗ്രേഡഡ് ഓട്ടോണമി റെഗുലേഷനിൽ വളരെ കൃത്യമായിട്ട് പറയുന്നത് ഇന്ത്യയിൽ 1100 യൂണിവേഴ്സിറ്റികളുണ്ട്. അതിൽ 119ഓളം ഡീംഡ് യൂണിവേഴ്സിറ്റികളാണ്. ബാക്കിയുള്ള യൂണിവേഴ്സിറ്റികൾ പല കാറ്റഗറിയിൽ വരുന്നു. അങ്ങനെ 1100 യൂണിവേഴ്സിറ്റികളിൽ 62 യൂണിവേഴ്സിറ്റികൾക്കാണ് ഗ്രേഡഡ് ഓട്ടോണമി ഗ്രാൻറ്റ് ചെയ്യുന്നത്. ഈ ഗ്രേഡഡ് ഓട്ടോണമി എന്ന് പറയുന്ന സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ തീരുമാനം തന്നെ യൂണിവേഴ്സിറ്റികൾക്ക് കൂടുതൽ റൈറ്റ് കൊടുക്കുക. അത് കൊടുക്കുന്ന ക്രൈറ്റീരിയ എന്ന് പറയുന്ന നാഷണൽ അക്രഡിറ്റേഷൻ കൗൺസിലുണ്ട് ഇന്ത്യയിൽ. നാഷണൽ അക്രഡിറ്റേഷൻ കൗൺസിലിൻ്റെ അംഗീകാരത്തോടെ
ഉള്ള യൂണിവേഴ്സിറ്റികൾക്ക് നാക് A+ഓ അല്ലെങ്കിൽ A++ഓ കിട്ടിയ യൂണിവേഴ്സിറ്റികൾക്ക് ഗ്രേഡഡ് ഓട്ടോണമിക്ക് അപേക്ഷിക്കാം. അതനുസരിച്ച് ഇന്ത്യയിൽ 62 യൂണിവേഴ്സിറ്റികൾക്കാണ് ഗ്രേഡഡ് ഓട്ടോണമി ഗ്രാൻഡ് ചെയ്തത്. ഈ ഗ്രേഡഡ് ഓട്ടോണമി റെഗുലേഷൻ പറയുന്നത് വളരെ കൃത്യമാണ്. ഈ 62 യൂണിവേഴ്സിറ്റികൾക്ക് അതിനെ കാറ്റഗറി 1ഉം കാറ്റഗറി 2 ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അല്ലെ കാറ്റഗറി 1 എന്ന് പറഞ്ഞാൽ നാക് A++ ആയിരുന്നു, കാറ്റഗറി 2 എന്ന് പറയുന്നത് A+ ആയിരുന്നു. ഈ ഗ്രേഡഡ് ഓട്ടോണമി റെഗുലേഷൻ വരുന്ന സമയത്ത് ജെയിൻ നാക് A+ ആയിരുന്നു, ഇപ്പം നാക് A++ ആയി. അപ്പം നാക് A+ ആയിരുന്ന കാലത്ത് നമുക്ക് കാറ്റഗറി 2 ഈ കാറ്റഗറി 2 നമുക്ക് ബാംഗ്ലൂരിന് പുറത്ത് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും 2 ക്യാമ്പസ് വിത്തൗട്ട് UGC അപ്രൂവലോടെ, നമ്മൾ UGC റെഗുലേഷൻ എല്ലാം ഫോളോ ചെയ്യണം, പക്ഷേ UGCയുടെ പ്രയോർ അപ്രൂവൽ ഇല്ലാതെ ഒരു ക്യാമ്പസ് തുടങ്ങാനുള്ള പെർമിഷൻ ഈ റെഗുലേഷൻ തന്നെ ജെയിന് ഗ്രാൻഡ് ചെയ്തിട്ടുണ്ട്. അതനുസരിച്ചാണ് നമ്മൾ കൊച്ചിയിലെ ക്യാമ്പസ് തുടങ്ങിയത്, കാരണം നമുക്ക് UGC അപ്രൂവലിൻ്റെ ആവശ്യമില്ല. അതിനുശേഷം ഈ നിയമം 2019 പുതിയ നിയമം വരുന്നു, ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റി റെഗുലേഷനിൽ ഒരു അമെൻമെൻറ്റ് വരുന്നു. ഈ അമെൻമെൻറ്റ് അനുസരിച്ച് ഇങ്ങനെ തുടങ്ങിയ ക്യാമ്പസുകൾ UGC റാറ്റിഫൈ ചെയ്യണമെന്നും UGCയുടെ നോട്ടിഫിക്കേഷൻ UGC റാറ്റിഫൈ ചെയ്യണമെന്നും മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ നോട്ടിഫിക്കേഷൻ വേണമെന്നൊരു നയം വരുന്നു. അപ്പോൾ ആ റെഗുലേഷന് തന്നെ ഒരു ഞാൻ പറയുക ലീഗൽ സാനിറ്റി ഇല്ലായിരുന്നു. ഈ പറയുന്ന റെഗുലേഷൻ, ആദ്യം വന്ന റെഗുലേഷൻ ലീഗൽ സാനിറ്റി ഇല്ലായിരുന്നു. അപ്പോൾ അതിനിടയിൽ ജെയിൻ യൂണിവേഴ്സിറ്റി പെട്ടുപോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ നമ്മൾ തുടങ്ങുമ്പോൾ ഒരു ഇല്ലീഗലായിട്ട് തുടങ്ങിയ ക്യാമ്പസ് അല്ല, UGC റെഗുലേഷൻ ഫോളോ ചെയ്ത് തുടങ്ങിയ ക്യാമ്പസാണ്. പിന്നെ റെഗുലേഷൻ വന്ന് UGC റാറ്റിഫൈ ചെയ്യണമെന്ന് വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ UGC അപ്ലൈ ചെയ്തു. UGC നമ്മളെ റെക്കമെൻഡ് ചെയ്തു. മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷന്, അന്ന് മിനിസ്ട്രി ഓഫ് ഹയർ എഡ്യൂക്കേഷൻ 2019 ഡിസംബറിൽ തന്നെ UGC റെക്കമെൻഡേഷൻ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷന് കൊടുത്തതാണ്. പിന്നെ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ഈ റെക്കമെൻഡേഷൻ കിട്ടിക്കഴിഞ്ഞിട്ട് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷന് ഫേവറബിളായിട്ടൊരു ഓർഡർ ഇഷ്യൂ ചെയ്യണമെങ്കിൽ ആ റെഗുലേഷൻ പെർമിറ്റ് ചെയ്യണം. ബൈ ലോ അനുസരിച്ച് അന്ന് നിലനിൽക്കുന്ന 2 റെഗുലേഷനും, ഈ ഗ്രേഡഡ് ഓട്ടോണമി റെഗുലേഷനും അത് കഴിഞ്ഞ് വരുന്ന ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റി പുതിയ അമെൻഡഡ് റെഗുലേഷനും, ഇങ്ങനെ തുടങ്ങിയ ഒരു ക്യാമ്പസിനെ, അതായത് വിത്തൗട്ട് UGC അപ്രൂവലോടെ തുടങ്ങിയ ഒരു ക്യാമ്പസ്, അതിനുശേഷം UGC റാറ്റിഫൈ ചെയ്ത് റെക്കമെൻഡ് ചെയ്തൊരു ക്യാമ്പസ് നോട്ടിഫൈ ചെയ്യാനുള്ളൊരു പ്രൊവിഷൻ അന്നത്തെ ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റി റെഗുലേഷനിൽ ഇല്ലായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മളത് പല രീതിയിലും പല കോടതികളിൽ നമ്മളതിനെ ചലഞ്ച് ചെയ്ത് അതിന് അവസാനം കോടതി തന്നെ ഒരു ഉത്തരവ്, ഒരു ജഡ്ജ്മെൻറ്റ് പാസ്സാക്കി. യൂണിവേഴ്സിറ്റി റെഗുലേഷൻസ് ഇതിങ്ങനെയുള്ള കാര്യങ്ങളെ ഇൻക്ലൂഡ് ചെയ്ത് അമെൻഡ് ചെയ്യണമെന്നൊരു ഫേവറബിൾ ഓർഡർ, അത് വളരെ ഒരു വളരെ ബ്രേക്കിംഗ് ആയിട്ടൊരു ഓർഡറായിരുന്നു. അതനുസരിച്ച് UGC റെഗുലേഷൻ അമെൻഡ് ചെയ്യാൻ വേണ്ടി ഒരു കമ്മിറ്റി ഫോം ചെയ്യുന്നു. ആ കമ്മിറ്റി 2 വർഷത്തോളം അതിനുവേണ്ടി ജോലിയെടുത്ത് 2023 മെയ്യിൽ UGC റെഗുലേഷൻ അമെൻഡ് ചെയ്തു. ഈ അമെൻമെൻറ്റിൽ ഈ ഒരു ഗ്യാപ്പിൽ തുടങ്ങിയ ക്യാമ്പസുകൾ, അതായത് ഗ്രേഡഡ് ഓട്ടോണമി റെഗുലേഷനും അത് പുതിയ റെഗുലേഷനും ഇടയ്ക്ക് തുടങ്ങിയ ക്യാമ്പസുകളെ പഴയ കാലം മുതൽ നമ്മളതിന് പറയുന്ന എക്സ് പോസ്റ്റ് ഫാക്ടോ അപ്രൂവൽ എന്നാണ്. അപ്പോൾ 2019 ജെയിൻ തുടങ്ങി 2019 മുതൽ വാലിഡേറ്റ് ചെയ്യാനുള്ള ഒരു സിസ്റ്റം കൊണ്ടുവന്ന് ജെയിന് ഫേവറബിൾ ആയിട്ടൊരു ഓർഡർ 2019 മുതൽ ഈ ക്യാമ്പസ് വാലിഡ് ആണെന്നുള്ള ഒരു എക്സ് പോസ്റ്റ് ഫാക്ടോ അപ്രൂവൽ ജെയിന് ഗ്രാൻഡ് ചെയ്തു. അപ്പോൾ നമ്മൾ അന്ന് മുതൽ ഫോക്കസ് ചെയ്യുന്ന ഒരു കാര്യമാണ്, നമ്മൾ വി ആർ നോട്ട് ഇല്ലീഗൽ, വി ആർ ലീഗലായിട്ട് തന്നെ നമ്മൾ തുടങ്ങിയ ക്യാമ്പസാണ്. നമുക്ക് എല്ലാ റൈറ്റ്സും ക്യാമ്പസ് തുടങ്ങാനുണ്ട്. അത് കഴിഞ്ഞ് വരുന്ന റെഗുലേഷൻ്റെ ചലഞ്ചാണ്, അല്ലെങ്കിൽ ലാക്ക് ഓഫ് സാനിറ്റിയാണ് നമുക്ക് ഇങ്ങനെയുള്ളൊരു ചലഞ്ചസ് ഫേസ് ചെയ്യാൻ കാരണം. അപ്പോൾ നമ്മൾ ഈ ഒരു ചലഞ്ചസ് ഫേസ് ചെയ്തപ്പം 2019 ശേഷം നമ്മൾ പുതിയൊരു ബാച്ചിനെ റിക്രൂട്ട് ചെയ്തിട്ടില്ല. നമ്മൾ ആ ഒരു ബാച്ചിനെ റിക്രൂട്ട് ചെയ്ത് അവരെ ഗ്രാജുവേറ്റ് ആക്കി. അത് കഴിഞ്ഞ് നമ്മൾ പുതിയൊരു ബാച്ചിനെ ഇതിനൊരു ക്ലാരിറ്റി വരട്ടെ എന്ന് വെയിറ്റ് ചെയ്ത് നമ്മൾ ആ ക്ലാരിറ്റിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു. നമുക്ക് അനുകൂലമായിട്ടൊരു ഓർഡർ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ കഴിഞ്ഞ ഡിസംബറിൽ റെഗുലേഷൻ മെയിൽ വന്നാലും ജെയിൻ അനുകൂലമായിട്ടുള്ള ഓർഡർ ക്യാമ്പസ് നോട്ടിഫൈ ചെയ്തുകൊണ്ടുള്ള ഒരു പ്രോപ്പർ നോട്ടിഫിക്കേഷൻ 2023 ഡിസംബറിൽ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ പാസ്സാക്കി. അതാണ് ഇതിൻ്റെ ഒരു ജേർണി എന്ന് പറയുന്നത്. ഇന്ത്യയിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ പുറം രാജ്യങ്ങളിൽ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി ചെലവഴിക്കുന്നത് $28 ബില്യണോളം കണക്കുകൾ പ്രകാരം. അതായത് ഫീസ് ഇനത്തിൽ മാത്രം പുറം രാജ്യങ്ങളിൽ ഇന്ത്യൻ വിദ്യാർത്ഥികൾ ചെലവാക്കുന്നത് ഏതാണ്ട് 40,000 കോടിയോളം രൂപയാണ്. ഒരു 10 IITയോ ഒരു 10 JNU ഒക്കെ തുടങ്ങാൻ മതിയാവുന്ന തുകയുണ്ട്. അപ്പോൾ ഈ പുറത്തേക്കുള്ള വിദ്യാർത്ഥികളുടെ ഈ ക്രമാതീതമായ ഒഴുക്ക് വർദ്ധിക്കാനുള്ള ഒരു കാരണം എന്താണ്? ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മതിയായ സൗകര്യങ്ങളോ അല്ലെങ്കിൽ മികച്ച ഒരു ഉന്നത വിദ്യാഭ്യാസ രംഗത്തുള്ള അവസ്ഥയോ ഈ നമ്മുടെ രാജ്യത്തില്ല എന്നുള്ളതാണോ ഇതിൻ്റെ അടിസ്ഥാന കാരണം? ഇന്ത്യയിൽ നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇല്ല എന്നുള്ളത് ഒരു തെറ്റായ കാര്യമാണ്. കാരണം ഇന്ത്യയിൽ നമുക്ക് നല്ല ഒത്തിരി നാഷണൽ ഇമ്പോർട്ടൻസ് ഉള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. നമ്മുടെ IIMs ഉണ്ട്, IITs ഉണ്ട്, NITs ഉണ്ട്. ഇന്ത്യ ഒരു വലിയൊരു മാർക്കറ്റാണ്. ഒരു 1.2 ബില്യൺ പോപ്പുലേഷനുള്ള, അതിൽ തന്നെ ഒരു 40%ഓളം യങ്സ്റ്റേഴ്സ് ഉള്ളൊരു മാർക്കറ്റാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ ഫെസിലിറ്റി അല്ലെങ്കിൽ കൂടുതൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആവശ്യമാണ്. ഒബ്വിയസ്ലി സ്റ്റുഡൻസ് പുറത്തേക്ക് പോകും. പുറത്തേക്ക് പോകുന്നവർ തന്നെ 2 കാറ്റഗറി സ്റ്റുഡൻസ് ഉണ്ട്, അല്ലെങ്കിൽ 3 കാറ്റഗറി സ്റ്റുഡൻസ് ഉണ്ട്. ഒരു കാറ്റഗറി എന്ന് പറയുന്നത്
ഒരു ഹാർഡ്വാർഡ് എയിൽ അല്ലെങ്കിൽ ഓക്സ്ഫോർഡ് കേംബ്രിഡ്ജ് തുടങ്ങിയ ഐവി ലീഗ് അല്ലെങ്കിൽ റസൽ ഗ്രൂപ്പ് യൂണിവേഴ്സിറ്റികൾ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച റാങ്കിങ്ങിൽ പെടുന്ന യൂണിവേഴ്സിറ്റികൾ നോക്കി പുറത്തേക്ക് പോയി അവിടെ പഠിച്ച ശേഷം അവിടെയോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ജോലി തേടുന്ന സ്റ്റുഡൻസ് ആയിരിക്കും. അങ്ങനെയുള്ള സ്റ്റുഡൻസ് ഉറപ്പായിട്ടും പുറത്തേക്ക് പോകുക തന്നെ ചെയ്യും. കാരണം ഒരു ഓക്സ്ഫോർഡോ കേംബ്രിഡ്ജോ എയിലെ കൊളംബിയോ ഒന്നും ഇന്ത്യയിൽ കൊണ്ടുവരാനോ ആ ലെവലിലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമുക്ക് ഡെവലപ്പ് ചെയ്യാനോ നമ്മൾ സമയമെടുക്കും. അങ്ങനെയുള്ള സ്റ്റുഡൻസിൻ്റെ ഫ്ലോ ഒരിക്കലും നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ എവിടെ ഒരു താരതമ്യേന നല്ലൊരു യൂണിവേഴ്സിറ്റി പഠിക്കണം, അതിനുശേഷം നല്ലൊരു എക്സ്പോഷർ ഗെയിൻ ചെയ്ത് എവിടെയെങ്കിലും ജോലി മേടിക്കുക, നല്ലൊരു സ്ഥാപനത്തിൽ ജോലി മേടിക്കുക എന്ന് പറയുന്നത് ആ സ്റ്റുഡൻസിന് ഒരു പരിധി വരെ നമുക്ക് ഇവിടെ പിടിച്ചു നിർത്താൻ പറ്റും. കാരണം ആ ഒരു സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ഓക്സ്ഫോർഡ് കേംബ്രിഡ്ജ് ലെവലല്ല അവർ നോക്കുന്നത്. കുറച്ചും കൂടെ ഒരു നല്ല യൂണിവേഴ്സിറ്റി പക്ഷെ നല്ല എക്സ്പോഷർ ഗെയിൻ ചെയ്യുക, അവർക്ക് എവിടെയെങ്കിലും ജോലി എന്നുള്ള ആ ഒരു കാറ്റഗറി സ്റ്റുഡൻസിനെ നമ്മളൊരു ഫോറിൻ യൂണിവേഴ്സിറ്റി ക്യാമ്പസ് വരുമ്പോൾ ഒരു പരിധി വരെ അപ് ടു ആൻ എക്സ്റ്റെൻറ്റ് ഇവിടെ നമുക്ക് റിട്ടേൺ ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഐ ഷുഡ് സേ ഇറ്റ്സ് എ ഡെസ്റ്റിനേഷൻ സെല്ലിങ്. ദാറ്റ് മീൻസ് അവർക്ക് എഡ്യൂക്കേഷൻ ഉപരി അവർ ആ ഡെസ്റ്റിനേഷൻ്റെ ഇപ്പോൾ UK ആസ് എ ഡെസ്റ്റിനേഷൻ അല്ലെങ്കിൽ US ആസ് എ ഡെസ്റ്റിനേഷൻ അല്ലെങ്കിൽ ഓസ്ട്രേലിയ ആസ് എ ഡെസ്റ്റിനേഷൻ, ആ ഡെസ്റ്റിനേഷന് കുറേ USPകളുണ്ട്. കൂടിയ അല്ലെങ്കിൽ പിന്നെ ജീവിത നിലവാരം അല്ലെങ്കിൽ ജോലിയുടെ സാധ്യതകൾ അല്ലെങ്കിൽ കറൻസി കൺവേർഷനുമായിട്ട് നോക്കുമ്പോൾ കുറച്ചും കൂടെ ഉയർന്ന വേതനം, അതൊക്കെ നോക്കി പോകുന്നവരെ ഒരിക്കലും നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റില്ല. കാരണം അവർ നോക്കുന്നത് എഡ്യൂക്കേഷൻ ഉപരി ആ എഡ്യൂക്കേഷൻ ഗെയിൻ ചെയ്തതിന് ശേഷം ആ ഒരു ഡെസ്റ്റിനേഷനിൽ സെറ്റിലാവുക, ആ ഒരു ഫ്ലോ കണ്ടിന്യൂ തന്നെ ചെയ്യും. പക്ഷേ ഈ കാറ്റഗറി 2 നമുക്ക് ഉറപ്പായിട്ടും ഇന്ത്യ തന്നെ പിടിച്ചു നിർത്താൻ പറ്റും, അതിൽ നല്ല യൂണിവേഴ്സിറ്റികളുടെ ക്യാമ്പസുകൾ ഇന്ത്യയിൽ വരുവാണെങ്കിൽ. ഇന്ത്യയുടെ ഒരു വിദ്യാഭ്യാസ ചരിത്രത്തിൽ തന്നെ സ്വകാര്യ മേഖലയിൽ നിന്നും വളരെ വലിയൊരു നിയമ പോരാട്ടം നടത്തിയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ കൂടിയാണ് ജി. ഒരു റെഗുലേഷനിൽ ഒരു ഭേദഗതി വരുത്തുന്ന വരെയുള്ള ആ ഒരു കാലതാമസം എടുത്ത നിയമ പോരാട്ടങ്ങളിൽ വിദ്യാർത്ഥികളുടെയും ഒപ്പം തന്നെ അവരുടെ രക്ഷകർത്താക്കളുടെയും ഒക്കെ ഒരു വിശ്വാസ്യത നിലനിർത്താൻ എന്തൊക്കെ നടപടികളാണ് ജെയിൻ സ്വീകരിച്ചത്? 1600 സ്റ്റുഡൻസിനെ നമ്മൾ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ ഈ സ്റ്റുഡൻസിന് ശരിക്കും ഉറപ്പായിട്ടും ഇങ്ങനെ ഒരു റൂമർ അല്ലെങ്കിൽ ഒരു ആങ്സൈറ്റി ഉണ്ട് എന്നറിയുമ്പോൾ ഉറപ്പായിട്ട് സ്റ്റുഡൻസാണ് ആദ്യം ഈ ഒരു കൺസേൺസോടെ മുമ്പോട്ട് വരുന്നത്. ഒബ്വിയസ്ലി ജെയിനിലും ഇങ്ങനെ ഒരു സ്റ്റുഡൻസ് കൺസേണുമായിട്ട് മുമ്പോട്ട് പോകുന്നു. പക്ഷെ നമ്മളെടുത്ത ഒരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ബീങ് ട്രാൻസ്പെറൻറ്റ് എന്നുള്ളതാണ്. നമ്മൾ ആ ട്രാൻസ്പെറൻസി ആദ്യം മുതൽ ഇതായിരുന്നു. റെഗുലേഷൻ്റെ ആ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് ലെറ്റേഴ്സിൽ ഇതായിരുന്നു റെഗുലേഷൻ. എന്തുകൊണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു, ഇതാണ് നമ്മൾ ഫേസ് ചെയ്യുന്ന ഓരോ സ്റ്റെപ്പ്, ഓരോ സ്റ്റേജും നമ്മൾ അവരെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ സ്റ്റുഡൻസിനെ ഈ പറയുന്ന എല്ലാ സ്റ്റുഡൻസിനെയും നമുക്ക് ഡിഗ്രി അവസാനിക്കുന്നിടം വരെ കൂടെ നിർത്താൻ പറ്റി. യൂണിവേഴ്സിറ്റിയുടെ ഡോർ ഒരു ദിവസം പോലും നമുക്ക് അടച്ചിടേണ്ട വന്നിട്ടില്ല. ഇത്രയും ചലഞ്ചസ് കേരളം പോലൊരു സ്റ്റേറ്റിൽ ഇങ്ങനെ ഒരു ചലഞ്ചസ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്കറിയാം ഒരു പ്രസ്ഥാനം ഇവിടെ നിൽക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ നമുക്കൊരിക്കലും അങ്ങനെ ഒരു ദിവസം പോലും നമ്മുടെ ഡോർ അടയ്ക്കേണ്ട ഒരു അവസ്ഥ നമുക്ക് വന്നിട്ടില്ല. അത് ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. അപ്പോൾ നമുക്കെതിരെ ഞാൻ പറയും ജെയിൻ ഇവിടെ വരുന്നത് ശരിക്കും ഇവിടുത്തെ ഒരു മാർക്കറ്റ് എടുക്കുക, ഗ്രാബ് ചെയ്യുക എന്നതിനുപരി നല്ലൊരു ഓപ്പർച്യൂണിറ്റി കൊടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അതിന് നമുക്ക് പല രീതിയിലുള്ള തടസ്സങ്ങൾ, പല ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഇവിടെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ തടസ്സങ്ങൾ, അതുപോലെ തന്നെ ഇവിടെയുള്ള മറ്റ് യൂണിവേഴ്സിറ്റികളിലേക്ക് വർക്ക് ചെയ്യുന്ന ഒരു ഹയർ എഡ്യൂക്കേഷൻ കൺസൾട്ടൻസ് ഉണ്ട്, നമ്മൾ ഏജൻസ് എന്ന് പറയും. അങ്ങനെയുള്ള ഒത്തിരി തടസ്സങ്ങൾ നമ്മൾ ഫേസ് ചെയ്തിട്ടുണ്ട്. കാരണം നമ്മൾ വളരെ സുതാര്യമായി ട്രാൻസ്പെറൻ്റ് ആയിട്ട് നമ്മുടെ എൻട്രൻസ് വഴി മാത്രം ക്വാളിറ്റിയുള്ള സ്റ്റുഡൻസിനെ അഡ്മിറ്റ് ചെയ്യുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ്. ഒബ്വിയസ്ലി ഇങ്ങനെയുള്ള ഒരു യൂണിവേഴ്സിറ്റിയുടെ എൻട്രി അവരുടെ മാർക്കറ്റ്, പക്ഷേ നമ്മൾ വളരെ ചൂസിയായിട്ട് ഒരു ലാർജ് നമ്പർ റിക്രൂട്ട് ചെയ്യാൻ വന്ന ഒരു യൂണിവേഴ്സിറ്റി അല്ല. വളരെ ചൂസിയായിട്ട് ക്വാളിറ്റി സ്റ്റുഡൻസിനെ എടുത്ത് അവരെ ഗ്രാജുവേറ്റ് ചെയ്ത് അവരെ നല്ല രീതിയിലൊരു എംപ്ലോയ്മെൻറ്റിലേക്ക് പ്ലേസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പോൾ കേരളം രാജ്യത്ത് തന്നെ ഏറ്റവും ഉയർന്ന സാക്ഷരതയുള്ള സംസ്ഥാനമാണ്. വിദ്യാഭ്യാസ രംഗത്ത് രാജ്യത്ത് ഏറ്റവും അധികം മുന്നേറ്റം നടത്തിയിട്ടുള്ള ഒരു സംസ്ഥാനം കൂടിയാണ്. പക്ഷേ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കേരളത്തെ സംബന്ധിച്ച് നിരവധി വിമർശനങ്ങളും ആക്ഷേപങ്ങളും ഉയർന്നു വന്നിട്ടുണ്ട്. അത് നിയമനങ്ങൾ മുതൽ, സർവകലാശാലകളിലെ നിയമനങ്ങൾ മുതൽ വളരെ നിലവാരം കുറഞ്ഞ ഗവേഷണങ്ങളിൽ വരെ എത്തി നിൽക്കുന്നു അത്തരം വിവാദങ്ങൾ. അപ്പോൾ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗം എത്രത്തോളം പരിഷ്കരിക്കപ്പെടേണ്ടത് ആണെന്നാണ് താങ്കൾക്ക് തോന്നുന്നത്? ഞാനതിനൊരു ആൻസർ പറയാൻ ഞാൻ ട്രൈ ചെയ്യുന്നില്ല. പക്ഷേ ഉറപ്പായിട്ടും ഉണ്ട്. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഒത്തിരി മെറിറ്റ്സും അതുപോലെ തന്നെ ബ്രിഡ്ജ് ചെയ്യേണ്ട കുറേ ഗ്യാപ്പും ഉണ്ട്. അത് പരിഹരിക്കപ്പെടേണ്ടത് തന്നെയാണ്. അതിന് ഒരു ആൻസർ ഞാൻ അങ്ങനെ ചോദ്യം ഉയർത്താൻ കാരണം ഇപ്പോൾ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട് കേരളത്തിൽ ഉന്നത വിദ്യാഭ്യാസത്തിനായി അമേരിക്കയിൽ നിന്ന് പോലും വിദ്യാർത്ഥികൾ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. പക്ഷേ അതിന് നമ്മൾ ഇനിയും ഒരുപാട് കാലം കാത്തിരിക്കേണ്ടി വരും. അങ്ങനെ ഒരു സാഹചര്യം വിദൂരമാണ് എന്ന് സ്വകാര്യ സർവകലാശാലകൾക്ക് തോന്നുന്നുണ്ടോ?
ഇല്ല, അങ്ങനെ ഒരു യുനോ സാഹചര്യം വിദൂരമാണെന്ന് സ്വകാര്യ സർവകലാശാലയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നില്ല. കാരണം നമുക്ക് കുറച്ചും കൂടെ ഫ്ലെക്സിബിളായിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഡിസിഷൻസ് കുറച്ച് ഫാസ്റ്റായിട്ട് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് ഉറപ്പായിട്ടും ജെയിൻ്റെ ക്യാമ്പസിൽ നാളെയോ മറ്റന്നാളോ നമുക്ക് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിനെ നമ്മൾ വെൽക്കം ചെയ്യാൻ നമ്മൾ റെഡിയാണ്. ഇപ്പോൾ ജെയിൻ്റെ ബാംഗ്ലൂർ ക്യാമ്പസിൽ നമുക്ക് 71 രാജ്യങ്ങളിൽ നിന്ന് സ്റ്റുഡൻസ് പഠിക്കുന്നുണ്ട്. ഉറപ്പായിട്ടും കേരളത്തിൽ നമുക്ക് ആ ഒരു ട്രെൻഡ് അല്ലെങ്കിൽ ആ സിസ്റ്റം റിപ്ലിക്കേറ്റ് ചെയ്യാൻ ഞങ്ങൾ കോൺഫിഡൻ്റ് ആണ്. സ്വകാര്യ മേഖലയ്ക്ക് എത്രത്തോളം സർവകലാശാല വിദ്യാഭ്യാസത്തെ, ഉന്നത വിദ്യാഭ്യാസത്തെ സ്വാധീനിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്? ഞാൻ പറയുന്നത് ഗവൺമെൻറ് ഷുഡ് ആക്ട് ആസ് എ ഫെസിലിറ്റേറ്റർ. ഐ മീൻ ദേ ഷുഡ് കം വിത്ത് ദ റൂൾസ്, ദേ ഷുഡ് കം വിത്ത് ദ പോളിസീസ്, ദേ ഷുഡ് ആക്ട് ആസ് എ ഫെസിലിറ്റേറ്റർ ആൻഡ് ദാറ്റ് വിൽ ബ്രിങ് ലോട്ട് ഓഫ് മൂവ്മെൻറ്റ് ഇൻ ദ പ്രൈവറ്റ് എഡ്യൂക്കേഷൻ സെക്ടർ. അതിന് പ്രൈവറ്റ് എഡ്യൂക്കേഷൻ സെക്ടറിൽ കുറച്ചും കൂടെ സ്പീഡിൽ അവർക്ക് എക്സിക്യൂട്ട് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഗവൺമെൻറ് കൊടുക്കേണ്ടത്. ഇന്ത്യ പോലൊരു വലിയ രാജ്യത്ത് ഗവൺമെൻറ്റിന് എഡ്യൂക്കേഷൻ നീഡ്സ് ഒരിക്കലും സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ നമ്മളെടുക്കാം ഹയർ എഡ്യൂക്കേഷൻ മാത്രം മാറ്റി വയ്ക്കുക, ഈവൻ സ്കൂൾസ് എടുത്ത് എത്രയോ സ്കൂളുകളാണ് പ്രൈവറ്റ് സെക്ടറിൽ വർക്ക് ചെയ്യുന്നത്. ഈ സ്കൂളുകളിൽ നിന്ന് പുറത്തിറങ്ങുന്ന സ്റ്റുഡൻസ് തന്നെയാണ് യൂണിവേഴ്സിറ്റികളിലേക്ക് വരുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും നമുക്ക് ഈക്വൽ പ്രൊപ്പോർഷൻ ആയിട്ടുള്ള ഒരു ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റം തന്നെ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റികളോ അല്ലെങ്കിൽ ഹയർ എഡ്യൂക്കേഷൻ കോളേജുകളോ ഇന്ത്യയിൽ വേണം. അത് ഗവൺമെൻറ്റിന് മാത്രം ഫില്ല് ചെയ്യാൻ പറ്റുന്ന ഒരു റിക്വയർമെൻ്റ് അല്ല. അതിന് ഫേവറബിൾ ആയിട്ടുള്ള നയങ്ങളാണ് ഗവൺമെൻറ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കേന്ദ്രവും സംസ്ഥാനവും ഒരേപോലെ പറയുന്നു കൂടുതൽ വിദേശ യൂണിവേഴ്സിറ്റികളെ രാജ്യത്തേക്കും സംസ്ഥാനത്തേക്കും ആകർഷിക്കാനുള്ള നടപടികൾ ഉണ്ടാകുമെന്ന്. അപ്പോൾ വിദേശ യൂണിവേഴ്സിറ്റികൾ കേരളത്തിലേക്കും നമ്മുടെ രാജ്യത്തേക്കുമൊക്കെ വരുമ്പോൾ പൊതുവെ ഇവിടെയുള്ള യൂണിവേഴ്സിറ്റികളെ എത്രത്തോളം ബാധിക്കുമെന്നാണ് കരുതുന്നത്? പ്രത്യേകിച്ച് വൈദേശികമായ എന്തെങ്കിലും ഒന്ന് കടന്നു വരുമ്പോൾ അതിൻ്റെ വിശ്വാസ്യതയും സുതാര്യതയും കുറച്ചുകൂടി അധികമായി കാണുന്നവരാണ് ഇന്ത്യക്കാർ, പ്രത്യേകിച്ച് മലയാളികൾ. അപ്പോൾ അങ്ങനെ ഒരു സ്വാധീനം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ ലോക്കലായിട്ടുള്ള യൂണിവേഴ്സിറ്റികളെ എത്രത്തോളം ബാധിക്കും? എനിക്ക് തോന്നുന്നു അതൊരു നല്ലൊരു ഹെൽത്തി കോമ്പറ്റീഷൻ ഇവിടെ ക്രിയേറ്റ് ചെയ്യും. ലോക്കൽ യൂണിവേഴ്സിറ്റികളിൽ കുറച്ച് നല്ല രീതിയിൽ പ്രൊവൈഡ് ചെയ്യാൻ അല്ലെങ്കിൽ കോഴ്സുകൾ അല്ലെങ്കിൽ അവരുടെ പ്രോഗ്രാംസ് ഡെലിവർ ചെയ്യാൻ അവർ കമ്പൽഡ് ആവും. നല്ലൊരു കാര്യം തന്നെയാണ്. കാരണം വേറെ ഒരു മാർക്കറ്റ് അല്ലെങ്കിൽ കുറച്ചും കൂടെ ഓപ്പൺ ആകുമ്പോൾ നല്ലൊരു ഹെൽത്തി അറ്റ്മോസ്ഫിയർ ക്രിയേറ്റഡ് ആവും. പിന്നെ ഈ ഫോറിൻ യൂണിവേഴ്സിറ്റികൾ തന്നെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ജെയിൻ തന്നെ പല യൂണിവേഴ്സിറ്റികളുമായിട്ട് ഡിസ്കഷനിലുണ്ട്. ഈ ഫോറിൻ യൂണിവേഴ്സിറ്റി ബില്ലിൻ്റെ ഒരു നല്ലൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഫോറിൻ യൂണിവേഴ്സിറ്റികൾക്ക് ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവർക്ക് ജോയിൻറ്റ് വെഞ്ചർ പാർട്ണർഷിപ്പുകൾ ഇന്ത്യയിലുള്ള യൂണിവേഴ്സിറ്റികളായിട്ടോ സ്വകാര്യ കമ്പനികളുമായിട്ടോ ഫോറിൻ യൂണിവേഴ്സിറ്റി പാർട്ണർഷിപ്പുകളിൽ സ്റ്റാർട്ട് ചെയ്യാനുള്ള പ്രൊവിഷൻ ഈ ബില്ല് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ജെയിൻ തന്നെ പല ഡിസ്കഷൻസ് ഇപ്പോൾ ലീഡ് ചെയ്യുന്നുണ്ട്. UK-യിലും ഓസ്ട്രേലിയയിലുള്ള യൂണിവേഴ്സിറ്റികളുമായിട്ട് ജോയിൻ്റ് ആയിട്ടുള്ള ക്യാമ്പസുകൾ ഓപ്പറേറ്റ് ചെയ്യാൻ, ജോയിൻ്റ് ആയിട്ടുള്ള ഡിഗ്രീസ് ഓപ്പറേറ്റ് ചെയ്യാനുള്ള ഡിസ്കഷൻസ് ഇപ്പോൾ നമുക്ക് ഡിസ്ക്ലോസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ നമ്മൾ അങ്ങനെ ഡിസ്കഷൻസ് ലീഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരിക്കലും അതിനെ നല്ല രീതിയിലാണ് ഞാൻ നോക്കിക്കാണുന്നത്. ഈ വിദ്യാഭ്യാസ രംഗത്തുണ്ടാകുന്ന മുന്നേറ്റത്തെ ഏറ്റവും അധികം സ്വാധീനിക്കുന്ന ഒന്നാണ് സാങ്കേതിക വിദ്യയുടെ വളർച്ച. സാങ്കേതികവിദ്യയും വിദ്യാഭ്യാസത്തെയും ഒരുപോലെ ഇടകലർത്തിയുള്ള ഒരു മുന്നേറ്റം വിദ്യാഭ്യാസ രംഗത്ത് എന്താണ് സ്വകാര്യ സർവകലാശാലയുടെ ഭാഗത്ത് നിന്ന് ഇനി ഉണ്ടാവേണ്ടത്? സ്വകാര്യ സർവകലാശാലകൾ ഇതിനൊരു ലീഡ് എടുക്കുന്നു എന്നുള്ള സത്യം തന്നെയാണ്. ഇപ്പോൾ ജെയിൻ്റെ കാര്യം എടുക്കുവാണെങ്കിൽ നിങ്ങളിപ്പോൾ നമ്മുടെ ഒരു ക്യാമ്പയിൻ, നമ്മൾ മാർക്കറ്റിലേക്ക് റീ എൻട്രി ചെയ്യുന്ന ഒരു ക്യാമ്പയിൻ തന്നെ നമ്മൾ ബി ദ ചേഞ്ച് ആൻഡ് ബി ദ ഫ്യൂച്ചർ എന്നാണ്. കാരണം ആ ചേഞ്ച് എന്ന് പറയുന്നത് രണ്ട് രീതിയിലാണ്. ഒന്ന്, നമ്മളൊരു ചേഞ്ച് മേക്കറാണ്. കാരണം കേരളത്തിൽ ഇങ്ങനെ ഒരു ട്രഡീഷണൽ യൂണിവേഴ്സിറ്റികൾ കണ്ട് അല്ലെങ്കിൽ ട്രഡീഷണൽ കോളേജുകൾ കണ്ട് പേരൻസിൻ്റെ അടുത്തേക്ക് അല്ലെങ്കിൽ സ്റ്റുഡൻസിൻ്റെ അടുത്തേക്ക് നമ്മളൊരു ചേഞ്ച് മേക്കറായിട്ട് ഇപ്പോൾ നമുക്കറിയാം, നമ്മൾ തുടക്കം മുതൽ 2019 മുതൽ പലതരമുള്ള റൂമേഴ്സ് ജെയിൻ യൂണിവേഴ്സിറ്റി എങ്ങനെയാണ്, അത് വാലിഡ് ആണോ അപ്രൂവ്ഡ് ആണോ, പല കാര്യങ്ങളിലും നമ്മൾ മാറി. നമ്മൾ UGC റെഗുലേഷൻ തന്നെ അമെൻഡ് ചെയ്ത് നമ്മളിവിടെ ഒരു എക്സിസ്റ്റൻസ് നമ്മൾ പ്രൂവ് ചെയ്തു. നമ്മൾ ലൈസൻസ് ടു ഓപ്പറേറ്റ്, സ്റ്റേറ്റിൽ ഓപ്പറേറ്റ് ചെയ്യാനുള്ള ലൈസൻസ് അല്ലെങ്കിൽ ഒരു പെർമിഷൻ, ഒരു ഓർഡർ നമ്മൾ സെക്യൂർ ചെയ്തു. നമ്മൾ ചേഞ്ച് മേക്കറായിട്ട് തന്നെയാണ് ഈ മാർക്കറ്റിലേക്ക് എൻട്രി ചെയ്തത്. അത് കുറേ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ചാണ് നമ്മൾ കൊണ്ടുവരുന്നത്. നമ്മളൊരു ചേഞ്ച് ഉണ്ടാക്കി ഒരു ഡിസ്റപ്റ്റീവ് ആയിട്ടുള്ളൊരു ചേഞ്ച് കൊണ്ടുവന്ന് നമ്മൾ ഒരു തൽക്കാലത്തേക്ക് ഒരു എന്താ പറയുക ഒരു ട്രെൻഡ് ഉണ്ടാക്കി, അല്ലെങ്കിൽ ഒരു ടെമ്പററി ഉള്ള ട്രെൻഡല്ല നമ്മൾ കൊണ്ടുവരുന്ന വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു ചേഞ്ചാണ്. ഒന്ന്, ഇവിടെ ഒരു എൻട്രി വന്നു. ട്രഡീഷണലായിട്ട് എങ്ങനെയാണ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഡിഗ്രികളെ അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിഗ്രികളെ അണ്ടർ ഗ്രാജുവേറ്റ് ഡിഗ്രികളെ നോക്കിക്കാണുന്ന വ്യത്യസ്തമായിട്ട് നൂതന കോഴ്സുകൾ. ഇപ്പം വിഷ്ണു തന്നെ നമ്മുടെ കോഴ്സുകളുടെ കാറ്റലോഗ് നോക്കുവാണെങ്കിൽ ഈ പറയുന്നതിൽ 70% കോഴ്സുകളും കേരളത്തിലെ ഒരു യൂണിവേഴ്സിറ്റികളിലും ഒരു കോളേജിലും ഇല്ല. നമ്മൾ BCom, ഇപ്പോൾ നമുക്ക് ടൈറ്റിലെല്ലാം BCom ആയിരിക്കും അല്ലെങ്കിൽ BBA ആയിരിക്കും. ഇപ്പോൾ BComൽ തന്നെ നമ്മൾ ഫിനാൻഷ്യൽ ടെക്നോളജി എന്ന് ഫിൻടെക് എന്ന് പറഞ്ഞ കോഴ്സുണ്ട്. ഫിൻടെക് എന്നുള്ള കോഴ്സ് കേരളത്തിലെ ഒരു സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളും ഓഫർ ചെയ്യുന്നില്ല. അതുപോലെ തന്നെ BBAയിൽ നമ്മൾ AI വിത്ത് ബിസിനസ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വിത്ത് ബിസിനസ്. ഇപ്പോൾ AIയുടെ കാര്യം പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറയുന്നത്. AI നമ്മൾ എങ്ങനെ ബിസിനസ്സിന് ഉപയോഗിക്കാം എന്ന് പറയുന്ന ഒരു കോഴ്സ് സ്പെഷ്യലൈസേഷൻ വരെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ AI ഒരു എഞ്ചിനീയറിംഗ് സബ്ജക്റ്റോ അല്ലെങ്കിൽ സയൻസ് സബ്ജക്റ്റിന്
എന്നതിനുപരി എങ്ങനെ ബിസിനസ്സിനോ അല്ലെങ്കിൽ അനുബന്ധ മേഖലകൾക്ക് ഉപയോഗിക്കാം. ഉറപ്പായിട്ടും നമുക്ക് ബിടെക് AI ഉണ്ട്, അല്ലെങ്കിൽ മെഷീൻ ലേണിംഗ് ഉണ്ട്, ബാച്ചിലേഴ്സ് ഓഫ് സയൻസിലുണ്ട്. പക്ഷേ ബിസിനസ്സിൽ വരെ അല്ല BBAയിലോ അല്ലെങ്കിൽ MBAയിലും വരെ നമ്മൾ ടെക്നോളജി എങ്ങനെ ഇൻക്ലൂഡ് ചെയ്ത് പഠിപ്പിക്കാം, അല്ലെങ്കിൽ ടെക്നോളജി എങ്ങനെ ബിസിനസ്സിന് ഒരു ഉപകരമാകുന്ന രീതിയിലുള്ള വളരെ കെയർഫുള്ളി ഡിസൈൻഡ് ആയിട്ടുള്ള വളരെ കോൺഷ്യസ് ആയിട്ടാണ് നമ്മൾ ഓരോ ഓഫറിങ്സും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ വിദ്യാഭ്യാസത്തെ പറ്റി സംസാരിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസത്തെ പറ്റി സംസാരിക്കുമ്പോൾ, സ്വകാര്യ സർവകലാശാലകളുടെ ഒരു താല്പര്യം ബിസിനസ്സാണെന്നും സർക്കാർ സർവകലാശാലകളുടെ ഒരു താല്പര്യം സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആണെന്നുമുള്ള ചർച്ചകളാണ് പൊതുവെ ഉയർന്നു വരാറുള്ളത്. അപ്പോൾ സ്വകാര്യ സർവകലാശാലകൾക്ക് ബിസിനസ്സിനേക്കാൾ ഉപരി സോഷ്യൽ റെസ്പോൺസിബിലിറ്റി വിദ്യാഭ്യാസ രംഗത്ത് എത്രത്തോളം ഉണ്ട്? എൻഡ് ഓഫ് ദ ഡേ എഡ്യൂക്കേഷൻ ഹാസ് എ നോബിൾ കോസ്. ആ നോബിൾ കോസ് എന്ന് പറയുന്ന ഇവിടുത്തെ നമ്മൾ ആ നോബിൾ കോസ് വളരെ ഉറപ്പായിട്ടും ഇതിന് കുറേ എവറി ആക്ടിവിറ്റി മണി ഈസ് ഇൻവോൾവ്. ഐ മീൻ ഈവൻ എഡ്യൂക്കേഷൻ, ഈവൻ എ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ലൈക്ക് us, we are investing lot of money and for building infrastructure, attracting right faculty. ഒരു നമ്മുടെ യൂണിവേഴ്സിറ്റികളിൽ 100% PhD ആയിട്ടുള്ള ഫാക്കൽറ്റീസ് മാത്രമെന്ന് നമ്മൾ എൻഷുർ ചെയ്യുന്ന ഒരു സിസ്റ്റത്തിലേക്ക് നമ്മൾ മാറി. നല്ല ടാലൻറ്റുകൾ അട്രാക്ട് ചെയ്യാൻ, അല്ലെങ്കിൽ നല്ല കോഴ്സുകൾ സ്റ്റാർട്ട് ചെയ്യാൻ, പ്ലാൻ ചെയ്യാൻ, നല്ല ഇൻഫ്രാസ്ട്രക്ചർ പ്രൊവൈഡ് ചെയ്യാൻ, അത് നല്ലതുപോലെ സ്റ്റുഡൻസിലേക്ക് എത്തിക്കാൻ, പ്രത്യേകിച്ച് മാർക്കറ്റിംഗ്, അതിലൊക്കെ നമ്മൾ നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. ഉറപ്പായിട്ടും അതിന് റിട്ടേൺ എല്ലാ എൻ്റർപ്രൈസുകളും എക്സ്പെക്ട് ചെയ്യും, എഡ്യൂക്കേഷൻ എൻ്റർപ്രൈസുകളും പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളും എക്സ്പെക്ട് ചെയ്യും. പക്ഷേ ഇതിനെല്ലാം പുറമെ എഡ്യൂക്കേഷൻ നോബിൾ കോസ് ഉണ്ട്. ആ നോബിൾ കോസ് എന്ന് പറയുന്ന എഡ്യൂക്കേഷൻ എല്ലാവരുടെയും റൈറ്റാണ്. എല്ലാവർക്കും വേണ്ടി വിദ്യാഭ്യാസം കൊടുക്കുക, അല്ലെങ്കിൽ സ്കില്ലും എഡ്യൂക്കേഷനും എല്ലാവർക്കും അവൈലബിൾ ആക്കുക എന്നുള്ള നോബിൾ കോസ്. ആ നോബിൾ കോസിൽ ജെയിനിൻ്റെ ഫിലോസഫി അത് തന്നെയാണ്. ജെയിനിൽ ഒത്തിരി സ്കോളർഷിപ്പുകൾ ഡിസേർവ്ഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഓൺലൈൻ, അപ്പോൾ നമ്മുടെ വലിയൊരു മൂവ്മെൻറ്റാണ് ഓൺലൈൻ കോഴ്സുകൾ എന്ന് പറയുന്നത്. ഓൺലൈൻ കോഴ്സുകൾ എന്ന് പറഞ്ഞാൽ ഒരു മാസിനെ എഡ്യൂക്കേറ്റ് ചെയ്യുക. ഇന്ത്യയിൽ വളരെ ചുരുക്കം യൂണിവേഴ്സിറ്റികൾക്ക് ഓൺലൈൻ കോഴ്സുകൾ ഓഫർ ചെയ്യാനുള്ള പെർമിഷൻ UGC കൊടുത്തിട്ടുള്ളൂ. അതിലൊന്നാണ് ജെയിൻ. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഓൺലൈൻ ഡിഗ്രി ഗ്രാൻഡിങ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് ജെയിൻ. തുടക്കത്തിൽ തന്നെ നമുക്ക് ഓൺലൈൻ ഡിഗ്രി അവാർഡിംഗ് പവർ കിട്ടുകയും ഏകദേശം 50,000-ഓളം സ്റ്റുഡൻസാണ് നമ്മുടെ ഓൺലൈൻ ഡിഗ്രി പഠിക്കുന്നത്. ഈ ഓൺലൈൻ ഡിഗ്രിയുടെ തന്നെ ഒരു USP എന്ന് പറഞ്ഞാൽ നമ്മൾ അഫോർഡബിലിറ്റിയും ആക്സസബിലിറ്റിയും എൻഷുർ ചെയ്യുക എന്നുള്ളതാണ്. അതായത് എഡ്യൂക്കേഷൻ എല്ലാവർക്കും അഫോർഡബിൾ ആക്കുക, എല്ലാവർക്കും ആക്സസബിൾ ആക്കുക. എൻ്റെ ക്യാമ്പസിൽ, ഇപ്പോൾ നമ്മുടെ ഫിസിക്കൽ ക്യാമ്പസിൽ നമുക്ക് ഏകദേശം ഒരു 6,000 അല്ലെങ്കിൽ 7,000 സ്റ്റുഡൻസിനെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള ഒരു പ്ലാൻ, അല്ലെങ്കിൽ മാക്സിമം അപ് ടു 10,000 സ്റ്റുഡൻസിനെ ക്യാപ്പ് ചെയ്യാനുള്ളൊരു പ്ലാനേ ഫെസിലിറ്റിയും നമുക്ക് പറ്റുള്ളൂ. പക്ഷേ കേരളത്തിൽ തന്നെ പഠിച്ചിറങ്ങുന്ന എത്രയോ കുട്ടികളുണ്ട്. 3 ലക്ഷത്തിലധികം കുട്ടികൾ കേരളത്തിൽ തന്നെ +2 പഠിച്ച് പാസ്സാകുന്നുണ്ട്. ഇന്ത്യയിൽ തന്നെ കോടിക്കണക്കിന് കുട്ടികൾ പാസ്സാകുന്നുണ്ട്. അപ്പോൾ ഈ മാസിനെ നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യാൻ വേണ്ടി ആ സോഷ്യൽ കോസ് നമ്മൾ ബൈ ഹേർട്ട് നമ്മൾ ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ടാണ് നമ്മൾ ഓൺലൈൻ നമ്മൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഓൺലൈനിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഈ അഫോർഡബിളായിട്ടും ആക്സസബിളായിട്ടും എൻഷുറിങ് അഫോർഡബിലിറ്റി ആൻഡ് ആക്സസബിലിറ്റി. അത് ബിസിനസ് മാത്രമല്ല, ഒരു ബിസിനസ് ബാക്കിയുള്ള എല്ലാ എൻ്റർപ്രൈസിനെയും വ്യത്യസ്തമായിട്ട് എഡ്യൂക്കേഷൻ ഞാൻ പറയുന്നത് പോലെ വളരെ നോബിളായിട്ടുള്ള ഈ സോഷ്യൽ കോസ് എൻഷുർ ചെയ്യുക എന്നുള്ള റൈറ്റ് റെസ്പോൺസിബിലിറ്റി ആസ് ആൻ എഡ്യൂക്കേറ്റർ ജെയിനുണ്ട്. അത് എൻഷുർ ചെയ്യാൻ ജെയിൻ വളരെ പ്രതിജ്ഞാബദ്ധരാണ്. അതാണ് നമ്മുടെ സ്കോളർഷിപ്പ് സ്കീമുകളും നമ്മുടെ ഓൺലൈൻ ഓഫറിങ്സും അതുപോലെ തന്നെ നമ്മളെടുക്കുന്ന ഓരോ കാര്യങ്ങളും. ഇപ്പോൾ ലോകത്ത് തന്നെ ഏറ്റവും ഉയർന്ന തൊഴിലില്ലായ്മ നിരക്കുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യയിൽ തന്നെ ഏറ്റവും ഉയർന്ന തൊഴിലില്ലായ്മ നിരക്കുള്ള സംസ്ഥാനങ്ങളൊന്നാണ് കേരളം. അപ്പോൾ ഇപ്പോൾ കേരളത്തിലുള്ള പല തൊഴിൽ ചെയ്യുന്ന ആളുകളും അവർ പഠിച്ച കോഴ്സുമായി യാതൊരു ബന്ധവും കാണില്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടാനുള്ള കാരണം ഈ പരമ്പരാഗത കോഴ്സുകളിലേക്ക് മാത്രം വിദ്യാർത്ഥികൾ ഒരു കുത്തൊഴുക്കുണ്ടായതാണോ? അത് ഉറപ്പായിട്ടും പരമ്പരാഗത കോഴ്സുകൾ അതിനൊത്തിരി പേര് അതിനകത്ത് റെസ്പോൺസിബിലിറ്റി എടുക്കേണ്ടി വരും. ഒന്ന്, നമ്മുടെ കോഴ്സുകൾ ഒരിക്കലും നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. ഒരു എംപ്ലോയറിന് എന്ത് വേണം, ഒരു മെക്കൻസി വളരെ രസകരമായ റിപ്പോർട്ട് 2013 എഡ്യൂക്കേഷൻ ടു എംപ്ലോയ്മെൻറ്റ് എന്ന റിപ്പോർട്ട് മെക്കൻസി പബ്ലിഷ് ചെയ്തു. ആ റിപ്പോർട്ട് വളരെ സിമ്പിളാണ്. മെക്കൻസി പറയുന്നത്, അന്ന് നമ്മൾ അൺഎംപ്ലോയ്മെൻറ്റ് വളരെ സീരിയസ്നെസ്സോടെ ചർച്ച ചെയ്യുന്ന സമയത്താണ് മെക്കൻസി ഈ റിപ്പോർട്ടുമായിട്ട് വരുന്നത്. മെക്കൻസി പറയുന്നത് മില്യൺസ് ഓഫ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആർ സ്റ്റിൽ എക്സിസ്റ്റിംഗ് ഇൻ ദിസ് വേൾഡ് എന്നാണ്. കാരണം എന്താ, ഈ എംപ്ലോയറിനെ എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഗ്രാജുവേറ്റിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ ഒരു യൂണിവേഴ്സിറ്റിയോ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസിനോ വളരെ കുറവായിരുന്നു. വളരെ കുറച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ് മാത്രമേ അത് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഉറപ്പായിട്ടും അതിന് അൺഎംപ്ലോയ്മെൻറ്റ് ഉണ്ടായി. അതേ സമയത്ത് സെയിം ടൈമിൽ ലോട്ട് ഓഫ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്
ആ സെയിം ടൈം തന്നെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ എന്താണ് എംപ്ലോയറിന് വേണ്ടത്, എന്തൊക്കെ ചേഞ്ചസ് ഈ പറയുന്ന രീതിയിൽ ടെക്നോളജിയിലോ അല്ലെങ്കിൽ പറയുന്ന ബിസിനസ്സിലോ ഇൻഡസ്ട്രിയിലോ നടന്നു എന്ന് ഉൾക്കൊണ്ടുകൊണ്ടുള്ള കോഴ്സുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ യൂണിവേഴ്സിറ്റികൾക്ക് പറ്റിയില്ല. ഉറപ്പായിട്ടും നിർബന്ധിതമായും സ്റ്റുഡൻസ് വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള കോഴ്സുകളിലേക്ക് ജോയിൻ ചെയ്യാൻ നിർബന്ധിതരായി. ആ നിർബന്ധിതരായവർക്ക് ഉറപ്പായിട്ടും ജോലി കണ്ടുപിടിക്കാൻ, അവർ പഠിച്ച ഫീൽഡിൽ ജോലി കണ്ടുപിടിക്കാൻ പറ്റാതെ പോയി. ഇതിന് റെസ്പോൺസിബിലിറ്റി എല്ലാവരും എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സും റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കണം. അത് സ്റ്റുഡൻസിന് ചോയ്സ് ഉണ്ടെങ്കിലല്ലേ സ്റ്റുഡൻസിന് ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഇതുപോലൊരു ഇൻഫോംഡ് ഡിസിഷൻ എടുക്കാനുള്ള ഒരു സിറ്റുവേഷൻ അന്നില്ലായിരുന്നു. കാരണം ആരെങ്കിലും പേരൻസിൻ്റെ ഒരു പിയർ പ്രഷറോ അല്ലെങ്കിൽ പറയുന്ന റിലേറ്റീവ്സിൻ്റെ പിയർ പ്രഷർ കാരണം അവർ പറയുന്നത് കേട്ടെടുക്കേണ്ട ഒരു അവസ്ഥയായിരുന്നു പണ്ടുള്ളത്. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് സ്റ്റുഡൻസ് കുറേയും കൂടെ എഡ്യൂക്കേറ്റഡ് ആണ്, കൂടുതൽ ഇൻഫോംഡ് ആണ്. ടെക്നോളജിയുടെ ഇൻഫ്ലുവൻസ്, കുറേ ഇൻഫോംഡ് ഡിസിഷൻ എടുക്കാൻ, വളരെ കോൺഷ്യസ് ആയിട്ടുള്ള ഇൻഫോംഡ് ഡിസിഷൻ എടുക്കാൻ സ്റ്റുഡൻസ് ഓപ്പർച്യൂണിറ്റി ഇന്ന് കൂടുതലുണ്ട് കമ്പയർ ടു പാസ്റ്റ്. ഇപ്പോൾ ഈ സ്വകാര്യ സർവകലാശാലകളെ സംബന്ധിച്ച് ഉയർന്നു വന്നിട്ടുള്ള പ്രധാനപ്പെട്ട വിവാദങ്ങളൊന്ന്, ഈ സർട്ടിഫിക്കറ്റുകൾ നമ്മൾ എക്സാം എഴുതിയില്ലെങ്കിലും സർട്ടിഫിക്കറ്റുകൾ ലഭിക്കും, അല്ലെങ്കിൽ വിജയിക്കാൻ ആവശ്യമായ മാർക്ക് ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ലഭിക്കും. അങ്ങനെ യാതൊരു അടിസ്ഥാനവും ഇല്ലാതെ ലഭിച്ച സർട്ടിഫിക്കറ്റുകളാണ് ഈ വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നത് എന്നുള്ള ഒരു ആരോപണം പ്രധാനമായും ഉയർന്നു വന്നിട്ടുണ്ട്. എന്താണ് ഇതിൻ്റെ അടിസ്ഥാനം? വളരെ ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ടുള്ള ഒരു ന്യൂസാണ്, അതിലൊരു ഫാക്റ്റാണത്. പക്ഷെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം എന്ന് പറഞ്ഞാൽ അത് ഗവൺമെൻറ് റൈറ്റായിട്ടുള്ള ഒത്തിരി ലെജിസ്ലേഷൻസോ അല്ലെങ്കിൽ ഒത്തിരി നിയമനിർമ്മാണങ്ങൾ ഗവൺമെൻറ് നടത്തുന്നുണ്ട്. പ്രത്യേകിച്ചും നാക്കിൻ്റെ, നാഷണൽ അക്രഡിറ്റേഷൻ കൗൺസിലിൻ്റെ ഒരു അംഗീകാരം എന്ന് പറയുന്നത് എല്ലാ യൂണിവേഴ്സിറ്റികളും നിർബന്ധിതമായിട്ടും നാക്ക് റേറ്റിങ്ങിന് പോകണം. അതിൻ്റെ ക്വാളിറ്റി അനുസരിച്ച് നാക്ക് A++ മുതൽ യൂണിവേഴ്സിറ്റികളെ റേറ്റ് ചെയ്യും. അതൊക്കെ അനുസരിച്ച് ഒരു പരിധിവരെ ഇങ്ങനെയുള്ള യൂണിവേഴ്സിറ്റികൾ ഡിസപ്പിയർ ആവുന്ന ഒരു സിസ്റ്റം ഗവൺമെൻറ് തന്നെ ബിൽറ്റ് ഇൻ ചെയ്തിട്ടുണ്ട്. പിന്നെ എൻഡ് ഓഫ് ദ ഡേ ഈ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോഴും ബിലീവ് ചെയ്യുന്ന ഡിഗ്രി സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ അതൊരു ജസ്റ്റ് ആൻ എലിജിബിലിറ്റി മാത്രം. നമുക്കൊരു എംപ്ലോയറിൻ്റെ അടുത്ത് അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂവിന് ചെല്ലാൻ ഡിഗ്രി ഒരു എലിജിബിലിറ്റി ആയിരിക്കും, അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ഒരു എലിജിബിലിറ്റി ആയിരിക്കും. ദാറ്റ് സർട്ടിഫിക്കറ്റ്സ് ബേസിക്കലി ടേക്സ് യു ദെയർ. ബിയോണ്ട് ദാറ്റ് എന്താകണം, അല്ലെങ്കിൽ എംപ്ലോയറിനെ എങ്ങനെ യൂസ്ഫുള്ളായിട്ട് കൺവിൻസ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ആ സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ആ കാൻഡിഡേറ്റിനെ സംബന്ധിച്ചിടത്തോളം അവരെങ്ങനെ കൺവിൻസ് ചെയ്യുന്നത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ ഒരു സർട്ടിഫിക്കറ്റ് മാത്രം വാങ്ങി പോകുന്ന ആൾക്ക് ഒരിക്കലും അത് കൺവിൻസ് ചെയ്യാൻ ഒരിക്കലും പറ്റുകയില്ല. അപ്പം എൻഡ് ഓഫ് ദ ഡേ ഇത് സസ്റ്റൈനബിൾ ആയിട്ടുള്ളൊരു സംഭവമല്ല. അല്ലെങ്കിൽ പിന്നെ സർട്ടിഫിക്കറ്റ് അങ്ങനെ വാങ്ങിയ സർട്ടിഫിക്കറ്റ് മേടിച്ച് വീട്ടിൽ വെക്കാം, ഫ്രെയിം ചെയ്ത് വെക്കാം എന്നല്ലാതെ അതിന് വേറൊരു പ്രത്യേകിച്ച് ഗുണമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ കേരളത്തിന് അകത്തും പുറത്തുമായി ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ അവരുടെ ഭാവി സമർപ്പിച്ചിരിക്കുന്നത് ജെയിൻ യൂണിവേഴ്സിറ്റിയിലാണ്. അപ്പോൾ ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ ഭാവി എന്താണെന്നുള്ളത് നമ്മുടെ വലിയൊരു ചോദ്യമാണ്. വിദ്യാഭ്യാസ രംഗത്ത് എന്തൊക്കെ ഫ്യൂച്ചർ പ്ലാൻസ് ആണ് യൂണിവേഴ്സിറ്റിക്കുള്ളത്? നമ്മുടെ ഒരു ഫ്യൂച്ചർ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൺലൈൻ ടെക്നോളജി നമ്മൾ അഡോപ്റ്റ് ചെയ്ത് നമ്മൾ ഓൺലൈൻ ഇന്ത്യയിൽ ആദ്യം തന്നെ ഓൺലൈൻ ഡിഗ്രി പെർമിഷൻ കിട്ടിയതും ഗ്രാൻറ്റ് ചെയ്യാൻ ലൈസൻസ് കിട്ടിയ സ്ഥാപനങ്ങളിലൊന്നാണ് ജെയിൻ. ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓൺലൈൻ ഡിഗ്രി അവാർഡിംഗ് പ്രൊവൈഡേഴ്സിൽ ഒന്നാമത്തെ അല്ലെങ്കിൽ രണ്ടാമത്തെ സ്ഥാനമായിരിക്കും ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ. ഇത് ഏകദേശം 50,000-ഓളം കുട്ടികൾ പല രാജ്യങ്ങളിൽ നിന്നാണ്, ഏകദേശം 90ഓളം രാജ്യങ്ങളിൽ നിന്നായിട്ട് നമ്മുടെ ഓൺലൈൻ ഡിഗ്രിയിൽ പഠിക്കുന്നുണ്ട്. ഫേസ് ടു ഫേസ് മോഡൽ 70ഓളം രാജ്യങ്ങളിൽ നിന്നുള്ള കുട്ടികൾ പഠിക്കുന്നുണ്ട്. നമ്മുടെ അടുത്തൊരു ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ ഡീം ടു ബി യൂണിവേഴ്സിറ്റി നമ്മൾ പല സ്ഥലങ്ങളിലും, ഇപ്പോൾ നമ്മൾ ഇനി അടുത്ത ഡൽഹി NCRൽ നമ്മളൊരു ക്യാമ്പസ് ഉടനെ തന്നെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയിലെ പ്രമുഖ നഗരങ്ങളിലെല്ലാം ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ ഒന്നില്ലെങ്കിൽ നമ്മുടെ ഓഫ് ക്യാമ്പസുകൾ അല്ലെങ്കിൽ നമ്മുടെ ഇൻഡിപെൻഡൻറ്റ് സ്റ്റേറ്റ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ പല സ്റ്റേറ്റുകളിലും സ്റ്റേറ്റ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ സ്റ്റാർട്ട് ചെയ്യാനുള്ള പ്രൊവിഷനുണ്ട്. ആ സ്റ്റേറ്റുകളിലെല്ലാം നമ്മൾ ഇൻഡിപെൻഡൻറ്റ് സ്റ്റേറ്റ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളോ അല്ലെങ്കിൽ നമ്മുടെ ഓഫ് ക്യാമ്പസുകളോ നമ്മൾ മുമ്പോട്ട് നോക്കുന്നുണ്ട്. കേരളത്തിൽ തന്നെ നമ്മൾ വേണ്ട ഒരു രണ്ടാമതൊരു ക്യാമ്പസ്, കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ സ്റ്റേറ്റ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ബില്ല് വന്നു കഴിയുമ്പോൾ നമ്മൾ നോർത്തേൺ കേരളയിൽ കോഴിക്കോടോ കണ്ണൂരോ നമ്മളൊരു സ്റ്റേറ്റ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി നമ്മൾ വളരെ ഗൗരവപരമായിട്ട് ആലോചിക്കുന്നുണ്ട്. എന്തുകൊണ്ട് ഈ കൊച്ചിയിലെ ക്യാമ്പസ് ഡീം ടു ബി യൂണിവേഴ്സിറ്റി ക്യാമ്പസിന് പുറമെ ഒരു സ്റ്റേറ്റ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസും കൂടെ നമ്മൾ കാലിക്കട്ടോ കണ്ണൂരോ നമ്മൾ വളരെ ഗൗരവമായിട്ട് ആലോചിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഫോറിൻ യൂണിവേഴ്സിറ്റി നമ്മൾ പല ഫോറിൻ യൂണിവേഴ്സിറ്റികളുമായിട്ട് അവരുടെ ക്യാമ്പസുകൾ വളരെ ജോയിൻ്റായിട്ട് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഡിസ്കഷൻസ് പ്രോഗ്രസ് ചെയ്യുന്നുണ്ട്. വളരെ പ്രോഗ്രസീവായിട്ടുള്ള, കാരണം കാലത്തിനകത്ത് തീരുമാനങ്ങൾ എടുക്കുകയും അതിനനുസരിച്ച് തീരുമാനങ്ങൾ അതേ സ്പീഡിൽ എക്സിക്യൂട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ് ജെയിൻ ഗ്രൂപ്പ്. 2019 കേരളത്തിൽ ഓഫ് ക്യാമ്പസ് ജെയിൻ യൂണിവേഴ്സിറ്റി ആരംഭിക്കുമ്പോൾ എങ്ങനെയായിരുന്നു സർക്കാരിൻ്റെ സമീപനം? എന്തെങ്കിലും വെല്ലുവിളികൾ നേരിടേണ്ട ഒരു സാഹചര്യം ഉണ്ടായോ?
2019 നമ്മൾ ഓഫ് ക്യാമ്പസ് തുടങ്ങുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഇങ്ങനെ ഒരു പദ്ധതി ഇട്ടപ്പോൾ തന്നെ നമ്മൾ അന്നത്തെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ശ്രീ കെ ടി ജലീലിനെ കാണുകയും അദ്ദേഹത്തോട് ഇങ്ങനെയൊരു ക്യാമ്പസ് തുടങ്ങാൻ നമ്മളിങ്ങനെ ഒരു പെർമിഷൻ അല്ലെങ്കിൽ ഒരു പെർമിഷൻ അല്ല, നമുക്ക് ഗവൺമെൻറ്റിൻ്റെ സത്യം പറഞ്ഞാൽ ഡീം ടു ബി യൂണിവേഴ്സിറ്റി ക്യാമ്പസ് തുടങ്ങാൻ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ യാതൊരു പെർമിഷനും ആവശ്യമില്ല. സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് ഡീം ടു ബി യൂണിവേഴ്സിറ്റിയുടെ കാര്യത്തിൽ വളരെ റൈറ്റ്സ് എനിക്കില്ലെന്ന് തന്നെ പറയാം. പ്രത്യേകിച്ചും ഇവിടെ നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് കർണാടകയിൽ നിന്ന് വരുന്നൊരു ക്യാമ്പസ് ആയതുകൊണ്ട്, അതുപോലെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഗവേണൻസിലല്ല ഡീം ടു ബി യൂണിവേഴ്സിറ്റി വരുന്നത്, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഗവേണൻസിലാണ്. അപ്പോൾ നമ്മൾ ഗ്രേഡ് ഓട്ടോണമിയുടെ പശ്ചാത്തലത്തിൽ ഇങ്ങനെ ഒരു ക്യാമ്പസ് തുടങ്ങുക എന്ന് പറഞ്ഞാൽ അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിനെ കണ്ടു. വളരെ ഫേവറബിൾ ആയിട്ടുള്ള സപ്പോർട്ടാണ് എക്സ്റ്റെൻഡ് ചെയ്തത്. അതിനുശേഷം നമ്മളന്ന് ചീഫ് മിനിസ്റ്ററെ തുടങ്ങുന്നതിന് മുമ്പ് കണ്ടു. അപ്പം ഗവൺമെൻറ്റിന് അതിനകത്ത് പ്രത്യേകിച്ച് ഒരു സ്റ്റാൻഡ് അല്ലെങ്കിൽ ഒരു പോളിസി ആയിട്ട് പറയാൻ ഇറ്റ് വാസ് ടു ഏർലി. ഒന്ന് ഈ ഒരു റെഗുലേഷൻ ജസ്റ്റ് വന്നേ ഉള്ളൂ, അത് തുടങ്ങണമെന്നോ തുടങ്ങണ്ടെന്നോ പറയാൻ ഗവൺമെൻറ്റിന് ബൈ ലോ അനുസരിച്ച് പറയാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. പക്ഷെ നമ്മളങ്ങ് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഗവൺമെൻറ് ഒരിക്കലും നമ്മളെ ബ്ലോക്ക് ചെയ്യുന്ന ഒരു രീതിയിലും ഉണ്ടായിട്ടില്ല. കാരണം നമുക്ക് പലപ്പോഴായിട്ട് ഗവൺമെൻറ്റിൽ നമ്മൾ പല കൺസൾട്ടേഷനിലും നമ്മൾ ഇൻവോൾവ് ആയിട്ടുണ്ട്. പക്ഷെ ഒരിക്കലും നമ്മളെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി, ഞാൻ പറഞ്ഞല്ലോ, ഒരിക്കൽ പോലും നമ്മുടെ ഡോറ് ക്ലോസ് ചെയ്യേണ്ട ഒരു അവസ്ഥ അത് ഗവൺമെൻറ് മാത്രമല്ല, ഇവിടുത്തെ എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസും. കാരണം നമ്മൾ കടന്നുപോയ നമ്മൾ കേരളത്തിൽ വളരെ സീരിയസ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ വന്നൊരു ഗ്രൂപ്പാണ്. ഏകദേശം നമ്മളൊരു 130 കോടി രൂപ ഇവിടെ കൊച്ചിയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ വളരെ സീരിയസ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ വന്നൊരു ഗ്രൂപ്പ്. നമ്മളെ ബ്ലോക്ക് ചെയ്യേണ്ട ഒരു ആവശ്യം ഒരു ഗവൺമെൻറ്റിനോ ഒരു പൊളിറ്റിക്കൽ പാർട്ടീസിനും ഇല്ല. കാരണം നമ്മുടെ ഇൻറ്റൻഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ബിൽഡ് ചെയ്യുക, സ്റ്റുഡൻസിന് നല്ലൊരു ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അതിൽ നമ്മൾ ബിലീവ് ചെയ്തതുകൊണ്ട് നമ്മളത് നമ്മുടെ ഉദ്ദേശശുദ്ധി നമ്മൾ വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് നമ്മൾ കൺവേ ചെയ്യാൻ, എല്ലാവരോടും കൺവേ ചെയ്യാൻ നമുക്ക് പറ്റി. അതിൻ്റേതായ സ്പിരിറ്റോടെ എല്ലാവരും അക്സെപ്റ്റ് ചെയ്തു. ഇപ്പോൾ നമ്മുടെ രാജ്യത്തു നിന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് വിദ്യാർത്ഥികൾ തേടിപ്പോകുന്ന പല കോഴ്സുകളും ജെയിൻ അടക്കമുള്ള യൂണിവേഴ്സിറ്റികൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വിദ്യാർത്ഥികളെ നമുക്കിവിടെ നിർത്താൻ കഴിഞ്ഞാൽ എന്തൊക്കെ ഗുണങ്ങളായിരിക്കും നമുക്കുണ്ടാവുക? വിദ്യാർത്ഥികൾ ഒരു പരിധിവരെ കുറച്ചൊക്കെ പുറത്തു പോകുന്നത് നല്ലതാണ്. കാരണം നമ്മൾ കൂടുതൽ നാഷണൽ ഫോറിൻ ഇൻകം നമുക്ക് അട്രാക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഉറപ്പായിട്ടും നമുക്ക് നമ്മുടെ രാജ്യത്ത് നമ്മുടെ സ്റ്റേറ്റിൽ തന്നെ പല വില്ലേജുകൾ എടുത്താലും എല്ലാ വീട്ടിൽ നിന്നും ഒരാൾ ഗൾഫിലോ അല്ലെങ്കിൽ എല്ലാ വീട്ടിൽ നിന്ന് ഒരാൾ UK US ഉള്ള വില്ലേജുകൾ വരെയുണ്ട്. അപ്പോൾ നമ്മൾ ആ വില്ലേജിൻ്റെ പ്രോഗ്രസ് കാണുമ്പോൾ തന്നെ അറിയാം. പക്ഷേ ക്രമാതീതമായിട്ട് അങ്ങോട്ട് പോയിട്ടും കാര്യമില്ല. അപ്പോൾ അവരിവിടെ റിട്ടേൺ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ഇൻഡസ്ട്രി, നമ്മുടെ അത്രയും നല്ല ചിന്തിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ അത്രയും നല്ല ടാലൻ്റ് ആയിട്ടുള്ള പൂൾ ഇവിടെ തന്നെ എക്സിസ്റ്റ് ചെയ്യും. നമ്മുടെ തന്നെ ഇൻഡസ്ട്രിക്ക് അത് ഒരു ഫീഡിങ് ആവും. നമ്മുടെ വളർന്നു വരുന്ന വ്യവസായങ്ങൾക്കോ അല്ലെങ്കിൽ പറയുന്ന IT അനുബന്ധ വ്യവസായങ്ങൾ, IT മാത്രമല്ല പല നൂതന വ്യവസായങ്ങൾക്കും സ്റ്റാർട്ടപ്പ് കൾച്ചറുകൾക്കും എല്ലാം ഈ ഒരു റിസോഴ്സസ് വളരെ ഉപകാരപ്രദമാകും. അത് നമ്മുടെ എൻഡ് ഓഫ് ദ ഡേ നമ്മുടെ സൊസൈറ്റിയിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ GDP-യിലേക്കാണ് അത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഇപ്പോൾ തൻ്റെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ തൻ്റെ മക്കളുടെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു രക്ഷകർത്താവ് ജെയിൻ എന്നൊരു ചോയ്സിലേക്ക് എത്തണമെങ്കിൽ എന്തായിരിക്കാം അതിന് ജെയിന് പറയാനുള്ളൊരു വൺ വേർഡ് ആൻസർ? അതിൻ്റെ വൺ വേർഡ് ആൻസർ തന്നെയാണ് ബി ദ ചേഞ്ച്, ബി ദ ഫ്യൂച്ചർ. നിങ്ങൾ ബാക്കി കാണുന്ന ആൾക്കാരെല്ലാം ഞാനെല്ലാവരെയും ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ ഞാൻ അണ്ടർ റേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അവരുടെ ഇമ്പോർട്ടൻസ് കുറയ്ക്കാനോ അല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസിനും ഈ ഒരു എക്കോസിസ്റ്റത്തിൽ നിലനിൽക്കാൻ പറ്റും. കാരണം ഇത്രയും സ്റ്റുഡൻസ് ഹയർ എഡ്യൂക്കേഷൻ നോക്കുമ്പം എല്ലാവർക്കും അവരുടേതായ റോളുണ്ട്. പക്ഷേ ജെയിൻ ഒരു നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന സ്റ്റുഡൻസിനെ അട്രാക്റ്റ് ചെയ്യാൻ വലിയൊരു കോൺഷ്യസ് എഫോർട്ടൊന്നും വളരെ ഒരു എഫോർട്ടൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ നമ്മൾ ക്വാളിറ്റി ആയിട്ടുള്ള അല്ലെങ്കിൽ ഇതിൽ മാറ്റം ആഗ്രഹിക്കുന്ന നല്ല വിദ്യാർത്ഥികളെ ഈ ക്യാമ്പസിലേക്ക് ഇൻവൈറ്റ് ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. അതുകൊണ്ട് നമ്മൾ അതിന് വേണ്ട എഫോർട്ട്സ് ഈ പറയുന്ന സ്റ്റുഡൻറ്റ് കാറ്റഗറിയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ വേണ്ട എല്ലാ എഫോർട്ടുകളും നമ്മൾ എടുക്കുന്നുണ്ട്, എല്ലാ ആക്ടിവിറ്റീസ് എടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഇങ്ങനെ ഒരു മാറ്റം ആഗ്രഹിക്കുന്നത് എന്താണ്, നിങ്ങൾ കണ്ട ട്രഡീഷണൽ എഡ്യൂക്കേഷൻ ഡെഫിനേഷൻസിൽ നിന്ന് മാറി ഈ ഒരു മാറ്റം നമ്മൾ പ്രപ്പോസ് ചെയ്യുന്ന മാറ്റം ആഗ്രഹിക്കുന്നവരെല്ലാം അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ നമ്മുടെ കൂടെ, അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഓഫറിങ്സിൽ, അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഫെസിലിറ്റിയിൽ, അല്ലെങ്കിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ടീച്ചിങ് ടാലൻറ്റിൽ നമുക്ക് വളരെ നോബിളായിട്ടുള്ള ലീഡർഷിപ്പ് തന്നെയാണ്. നമ്മൾ ക്യുസാറ്റിയിൽ നമ്മൾ റിട്ടയർ ആയിട്ടുള്ള വൈസ് ചാൻസലർ ഡോക്ടർ ജയലത, അതുപോലെ വളരെ പറയുന്നത് വളരെ കേപ്പബിളായിട്ടുള്ള ലീഡർഷിപ്പ് ടീം തന്നെയാണ് ഡ്രൈവ് ചെയ്യുന്നത്. അങ്ങനെ ആഗ്രഹിക്കുന്ന കുട്ടികൾ ഉറപ്പായിട്ടും ജെയിനിൽ വരും. ഞങ്ങൾക്ക് അതിന് നല്ല സ്റ്റുഡൻസിനെ അട്രാക്റ്റ് ചെയ്യുക എന്നുള്ള ഞങ്ങളുടെ ഒരു
റെസ്പോൺസിബിലിറ്റിയാണ് നമ്മൾ ചെയ്യും. നല്ല സ്റ്റുഡൻസിനെ അട്രാക്ട് ചെയ്യാൻ ഞങ്ങൾക്ക് കോൺഫിഡൻസും ഉണ്ട്. കാരണം നമ്മൾ ഈ 5 വർഷം നമ്മളിവിടെ നമ്മൾ എക്സിസ്റ്റ് ചെയ്ത് തന്നെ അത് പ്രൂവ് ചെയ്തു. കാരണം നമ്മളൊരു ഒരു ബിസിനസ് എൻ്റർപ്രൈസ് അല്ല. നമ്മൾ വിഭാവനം ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താണെന്നുള്ളത് നമുക്ക് പ്രോപ്പറായിട്ട് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ നമ്മുടെ ഈ 5 വർഷത്തെ പേഷ്യൻസും പെർസിസ്റ്റൻസും തന്നെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഇതിൽ വിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാനും ഭാവിയിലേക്കുള്ള ഒരുപാട് പുരോഗതികൾക്ക് വഴി തുറക്കാനും ജെയിൻ യൂണിവേഴ്സിറ്റിക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ജെയിൻ്റെ വളർച്ചയ്ക്കും എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് മനോരമ ഓൺലൈൻ ഒപ്പം ചേർന്നതിന് നന്ദി. താങ്ക് യു വിഷ്ണു. താങ്ക് യു.